അതിലൊന്നാമത്തെ മാനദണ്ഡമേതാ? തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, സഹോദര, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങളെ, വിവാഹത്തിലൂടെ മുന്നോട്ടൊരു കുടുംബ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗൗരവത്തിലൊന്ന് ആലോചിച്ചോ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞ മാനദണ്ഡമാണോ വൈവാഹിക ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? ആ ഒരു മാനദണ്ഡമാണോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സാധാരണ ആളുകള് സമ്പത്ത് നോക്കി വിവാഹം കഴിക്കാറുണ്ട്, സമ്പത്ത് നോക്കി വിവാഹം കഴിക്കാറുണ്ട്, നല്ല പണമുള്ള കുടുംബത്തിനെ അന്വേഷിച്ചു പോകാറുണ്ട്. സാമ്പത്തികമായ ശേഷിയില്ലെന്ന് പറഞ്ഞാൽ പെണ്ണിന് ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കുടുംബിനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ 5 സമയവും പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആരാധനാപൂർവ്വം മുന്നോട്ട് പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആധുനിക സാഹചര്യത്തിൽ പണത്തിന്റെ പളവളപ്പിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ഒന്നാലോചിക്കണേ, പണത്തിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകുമ്പോ ഒരു മരുമകനെ അന്വേഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ആ കുടുംബത്തിലെ ജീവിതത്തിലേക്ക് ഒരു അന്വേഷണം നടത്തുമ്പോ, പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടി ഒരു മരുമകളെ അന്വേഷിക്കുമ്പോ അവന്റെ ശമ്പളത്തിന്റെ സ്കെയിൽ അന്വേഷിക്കുകയാ, അവന്റെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയണേ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ മകളുടെ മകളെയാകുന്ന മാതൃകാ മകളെയാകുന്ന സ്വർഗത്തിലെ തമ്പുരാട്ടിയാകുന്ന മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് ഒരണയെ തേടി ഇറങ്ങിയ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി എന്ന പൊന്നുമോൾക്ക് ഒരു വരനെ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് നൽകി, അവിടുന്ന് ഉദ്ദേശിച്ച മാനദണ്ഡമേതാ? അവിടുന്ന് ഉദ്ദേശിച്ച മാനദണ്ഡമേതാ? പണപ്പിന്റെ പളപളപ്പ് നോക്കിയല്ല പ്രവാചകൻ പുറപ്പെട്ടത്. അലിയാര് തങ്ങളെ പരിചയമില്ലാത്തൊരു മുസ്ലിമുണ്ടോ? അലിയാര് തങ്ങള് മഹാനായ അലിയാര് തങ്ങള് വലിയ വലിയ ബാങ്ക് അക്കൗണ്ടുകളുള്ള ആളല്ല കേട്ടോ, റബ്ബർ എസ്റ്റേറ്റുകളുള്ള ആളല്ല കേട്ടോ, ഹർമ്മങ്ങളുടെ ഉടമസ്ഥനല്ല കേട്ടോ, ഒരുപാട് തങ്ങന്തോപ്പുകളുള്ള ആളല്ല കേട്ടോ. അലിയാര് തങ്ങളുടെ തൊഴിലെന്താണെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വരനെ അന്വേഷിച്ചു പോയ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അന്വേഷിച്ചു ചെന്നത് എവിടെയാണെന്നറിയുവോ? അലിയാര് തങ്ങളുടെ അടുത്ത അലിയാര് തങ്ങളുടെ തൊഴിലെന്താണെന്നറിയുവോ? രാവിലെ കത്തിയുമായിട്ട് കടന്നു പോകുമ്പോ, പുല്ല് മുറിച്ചുകൊണ്ട് കടന്നു വരുമ്പോ, അതാ കാട്ടിലും അതുപോലെ പരിസരത്തും താഴ്വരയിലും താഴ്വാരങ്ങളിലും അതാ പുല്ലറുത്തുകൊണ്ട് ഒട്ടകങ്ങളും കുതിരകളും ഉള്ള മുതലാളിമാരാകുന്ന കാട്ടറബുകളുണ്ടല്ലോ, അറബികളുണ്ടല്ലോ, അവരുടെ സമീപത്ത് കൊണ്ടുപോയി പുല്ല് കൊടുത്തുകൊണ്ട് ആ പുല്ലിൽ നിന്ന് കെട്ടുന്ന വേദന കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവനാ അലിയാര് തങ്ങള്. പക്ഷേ അലിയാര് തങ്ങളുടെ ക്വാളിറ്റി എന്താ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞതെന്താ? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അഷ്റഫുൽ ഖൽഖ് തിരഞ്ഞെടുത്ത മാനദണ്ഡം തിരഞ്ഞെടുക്കാൻ, അഷ്റഫുൽ ഖൽഖ് തിരഞ്ഞെടുത്ത മാനദണ്ഡം തിരഞ്ഞെടുക്കാൻ ആധുനിക നൂറ്റാണ്ടിലെ മുസ്ലിമാന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അലിയാര് തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ, അലിയാര് തങ്ങൾ അതിലേക്കുള്ള കവാടമാ, അലിയാര് തങ്ങൾ അതിലേക്കുള്ള കവാടമാ. വിജ്ഞാനമെന്ന മാനദണ്ഡം അലിയാര് തങ്ങളെ കൊണ്ട് ഹബീബായ പ്രവാചകൻ തിരഞ്ഞെടുക്കുമ്പോ പോരാ. ആരാധനയുടെ പർവ്വങ്ങളിൽ കയറി പടച്ച തമ്പുരാന് അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ മഹാനാ അലിയാര് തങ്ങള്. അലിയാര് തങ്ങൾ ഒരിക്കൽ കാലിൽ അമ്പുതറച്ചു. നമുക്കറിയാമോ സഹോദരങ്ങളെ, അമ്പുതറച്ചപ്പോ സഹാബികളോട് പറയുന്നു, ആ സഹാബ അമ്പൂരാൻ പറ്റുന്നില്ല, വല്ലാത്ത വേദനയാ. ഞാൻ നിസ്കാരത്തിൽ കിടക്കുമ്പോ, ഞാൻ ഇബാദത്തിൽ കിടക്കുമ്പോ
എന്റെ കാലിൽ തറച്ച അമ്പ് നിങ്ങൾ ഊരണമെന്ന് പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് അല്ലാഹുവായിട്ടുള്ള മുനാജാത്ത് ഉണ്ടല്ലോ, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ എന്ന് ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ച നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് മിഅ്റാജ് പോലെയാ. അങ്ങനെയുള്ള നിസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് പാറിപ്പറന്നു പോയ ആത്മീയ ലഹരി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അലിയാർ തങ്ങൾ സുബ്ഹാനല്ലാഹ് സലാം വിട്ട് കിടന്ന് പരിസരവാസികളായ സഹാബികളോട് പറയുന്നു, അല്ലയോ സഹാബികളെ, നിങ്ങൾ എന്തുകൊണ്ടാ മക്കളെ എന്റെ കാലിൽ തറച്ച അമ്പൂരി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിസ്കാരത്തിന് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ കാലിൽ തറച്ച അമ്പൂരി എടുക്കാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മക്കളെ, എന്തുകൊണ്ടാ നിങ്ങൾ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോ അലിയാർ തങ്ങളോട് സഹാബികൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഓ അലിയാർ തങ്ങളെ, നിങ്ങൾ നിസ്കരിച്ചുകൊണ്ട് നിന്നപ്പോ നിങ്ങളുടെ കാലിൽ തറച്ച അമ്പ് ഞങ്ങൾ വലിച്ചൂരിയെടുത്തായിരുന്നു. വലിയ ആരാധനയുടെ ആഴങ്ങളിലേക്ക് കടന്നുപോയ അലിയാർ തങ്ങൾ, ആ അലിയാർ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പുല്ല് മുറിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ നിനക്കറിയുവോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമാനെ അറിയുവോ? അറിയാമല്ലോ യാ റസൂലല്ലാഹ്, ആ ഫാത്തിമാനെ വിവാഹം ചെയ്യാൻ നിനക്ക് തയ്യാറാണോ? അലിയേ സമ്മതമാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഫാത്തിമാന്റെ പാട്ട് മാത്രം പാടി നടന്നാ മതിയോ പെങ്ങള്? ഫാത്തിമാന്റെ ജീവിതം പഠിക്കേണ്ട പെങ്ങള്, ഫാത്തിമാന്റെ കുടുംബ ജീവിതം പഠിക്കേണ്ട പെങ്ങള്, ആയിഷാന്റെ കുടുംബ പശ്ചാത്തലം പഠിക്കേണ്ട പെങ്ങള്, ഖദീജത്തുൽ കുബ്ര പ്രിയപ്പെട്ട ഹബീബായ പ്രവാചകനെന്ന തന്റെ പ്രാണപ്രയസനാകുന്ന ഭർത്താവിനോട് പെരുമാറിയ പെരുമാറ്റ ചട്ടങ്ങൾ പഠിക്കണ്ടേ പെങ്ങള്? അതുകൊണ്ട് ആലോചിച്ചോ, സാധാരണ ജനങ്ങൾ എടുക്കുന്ന മാനദണ്ഡം മാലിക, ഞാനല്ല പറഞ്ഞത്, അസ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ. സാധാരണ ആളുകൾ വിവാഹം കഴിക്കാൻ മുതൽ നോക്കിയിട്ട് കുറച്ച് ആളുകൾക്ക് മുതലൊന്നും പറഞ്ഞില്ല, നല്ല തറവാടിത്തമുള്ള പെൺകുട്ടികൾ ആളുകൾ തറവാടിത്തം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ പിറന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിപൊളി നല്ല ചൊറുക്കായിരിക്കണം, കണ്ടാൽ ആരും ഒന്ന് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വലി ജമാലിഹ. ചില ആളുകൾ ഗ്ലാമർ നോക്കി പോകാം, വേണം വേണ്ട എന്നല്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മറ്റൊരുത്തരന് പറയുകയാ, എന്നാൽ ഒരു കൂട്ടം ചുരുങ്ങിയ ആളുകളെങ്കിലും വലിദീനിക മതബോധമുള്ള പെണ്ണിനെ അന്വേഷിച്ചു പോകാറുണ്ട്. അവർക്ക് പണം പ്രശ്നമല്ല, അവർക്ക് കുടുംബം പ്രശ്നമല്ല, അവർക്ക് ഗ്ലാമർ പ്രശ്നമല്ല. അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുന്ന പെണ്ണുങ്ങള്, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുന്ന പെണ്ണ്, പടച്ചവന് വേണ്ടിയിട്ട് ആരാധന ചെയ്യുന്ന പെണ്ണ്, ഭർത്താവിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യുന്ന, പടച്ചവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ദീനീ ബോധമുള്ള ആളുകളുണ്ട്. മറക്കണ്ട, ഈ 4 ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ദീനീ ബോധമുള്ള ദീനിൽ നിഷ്ഠയുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ വിജയിച്ചോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീനീ ബോധമുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ വിജയം വരിച്ചോ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നീ മുതൽ നോക്കി പോകുമ്പോ കുറച്ച് മുതൽ കുറവായി, സാമ്പത്തികമായ ശേഷി കുറവായി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആലോചിക്കാൻ പറയും, സാമ്പത്തികമായ ശേഷി കുറച്ച് കുറവായിരിക്കും. പക്ഷേ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണോ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണോ, തമ്പുരാനെ ഭയപ്പെടുന്ന പെണ്ണാണോ,
സുബഹിയുടെ സമയത്ത് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങാതെ അവൾ നിസ്കരിക്കുകയും പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളെ വിളിച്ചുണർത്തി പടച്ചവനിലേക്ക് തിരിഞ്ഞു നിർത്തുന്ന അല്ലാഹുവിനെ ഭയമുള്ള പെണ്ണാണോ? പൊന്നുമോനെ, മുതല് കുറവാണെങ്കിലോ അവളെ കൊണ്ട് നീ വിജയിച്ചോ പൊന്നുമോനെ, അവളെ കൊണ്ട് നീ വിജയിച്ചോ പൊന്നുമോനെ. നീ സൗന്ദര്യം നോക്കി പോകുമ്പോ നിന്റെ ചേലിനത്തെ ചേലൊന്നുമില്ല, ഒരൽപ്പം തൊലി കറുത്തുപോയാൽ, ഗ്ലാമർ അല്പം കറുത്തുപോയാൽ എന്തെങ്കിലും ഒരു വൈകല്യമുണ്ട്. പക്ഷേ നീ നിന്റെ വീട്ടിൽ അവളെ നിർത്തിക്കൊണ്ട് പുറത്തേക്ക് പോയാൽ ഏതൊക്കെ ഗ്ലാമറുള്ള മസിൽ പവറുള്ള ചെറുപ്പക്കാർ പരിസരത്ത് കൂടി പോയാലോ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് വഴിവിട്ട ചിന്തയിലേക്ക് കടന്നു പോകാത്ത പെണ്ണാണ് അവളെങ്കില്, അല്ലാഹുവിനെ ഭയമുള്ള പെണ്ണാണെങ്കില് നീ ഗൾഫിലേക്ക് പോയാലോ നിനക്ക് സന്തോഷത്തോടെ പോകാം, ഭയപ്പെടാതെ പോകാം. അവൾ ഏതൊക്കെ സന്ദർഭത്തിൽ ഒറ്റപ്പെട്ടാലോ ഏതൊക്കെ കാമുകന്മാര് ചുറ്റി നടന്നാലും ഒരിക്കലും അവരുടെ വലയിൽ വീഴാതെ അല്ലാഹുവിനെ പേടിക്കുന്ന, നരകത്തിനെ പേടിക്കുന്ന അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട പെണ്ണുങ്ങളുടെ കഥയറിയുന്ന അതേ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്ന പെണ്ണന്മാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, അവര് നരകത്തിൽ കിടന്ന് അട്ടഹസിക്കുമ്പോ ആ അട്ടഹാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട കാഴ്ച മഹതിയായ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിയോട് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇത്രയും വലിയ ധീരരോധനങ്ങൾക്കുള്ള കാരണമെന്താ? ഇത്രയും വലിയ പ്രയാസങ്ങൾ സഹിക്കാനുള്ള കാരണമെന്താ? ഇത്രയും വലിയ ശിക്ഷ അവർ ഏറ്റുവാങ്ങാനുള്ള കാരണമെന്താ? ഉടൻ തന്നെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞില്ലേ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പ്രിയ ഭർത്താക്കന്മാരെ വന്ദിക്കുന്ന പെണ്ണുങ്ങളാവരുന്നോ ആ ചരിത്രം അറിയാവുന്ന റബ്ബിനെ പേടിയുള്ള പെണ്ണാണെങ്കിലോ പൊന്നുമോനെ, ഗ്ലാമർ അല്പം കുറവായിരുന്നാലും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു മതബോധമുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ. നോക്കുമ്പോ എല്ലാവത്ത് കുടുംബം അങ്ങോട്ട് ശരിയാവുന്നില്ല, നിന്റെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ല, നിന്റെ കുടുംബത്തിന്റെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ല, വലിയ കുടുംബ മഹിമയൊന്നും പറയാനില്ല. പക്ഷേ റബ്ബിനെ ഭയപ്പെടുന്ന കൽബുകൾ അവളുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് അഹദായ തമ്പുരാനോട് ഇഷ്ടമുണ്ടോ? അഹ്മദായ മുസ്തഫ നബിതങ്ങളോട് ഇഷ്ടമുണ്ട്. നിന്റെ അരമനയുടെ അകത്തളത്തെ ആത്മീയമായ പരിവേശമുള്ളതാക്കുന്ന പെണ്ണാണെങ്കിൽ, റബ്ബിനെ ഭയപ്പെടുന്ന പെണ്ണാണെങ്കിൽ, 5 വഖത്തും കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണാണെങ്കിൽ, ഇബാദത്തിന് മടിയില്ലാത്ത പെണ്ണാണെങ്കിൽ, അനുസരണ ഭാവമുള്ള പെണ്ണാണെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടോ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും പരിചരിക്കുന്നത് പോലെ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും വേണ്ട ശുശ്രൂഷകൾ കൊടുക്കുമ്പോ അവർക്ക് അന്നവും വെള്ളവും കൊടുക്കുന്ന പെണ്ണാണെങ്കിൽ, ഹബീബായ പ്രവാചകനാ ചെറുപ്പക്കാരാ പറയുന്നത് നീ ആ മതബോധമുള്ള പെണ്ണിനെ കൊണ്ട് വിജയിച്ചോ പൊന്നുമോനെ, മതബോധമുള്ള പെണ്ണിനെ കൊണ്ട് വിജയിച്ചോ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, കുടുംബ പശ്ചാത്തലങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോ സന്തോഷമുള്ള കുടുംബങ്ങൾ എവിടെയാ? പരസ്പരം മനസ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്ന കുടുംബങ്ങൾ എവിടെയാ? ഏത് കുടുംബിനെയും കുടുംബനാഥനുമാ മനസ്സും ഇണക്കമുള്ളത് എവിടെയാ? ഒരൊറ്റ ബെഡ്റൂമിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ വിരിപ്പിലാണെങ്കിലും എത്രയോ കാതങ്ങളകലെയാ മനസ്സുകളോ. ചെറിയ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് വടക്കടിച്ചു പോയി അതാ മാസങ്ങളോളം അവനവരുടെ വീടുകളിലേക്ക് കടന്നുപോയി അവസാനം കമ്മറ്റിക്കാരിടപെടുന്ന ദുരന്താവസ്ഥ. അവസാനമായി നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അതാ ഡൈവോഴ്സിലേക്ക്, തൊലാക്കിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് ശിഥിലമാകുന്ന കുടുംബത്തിന്റെ കണക്കുകൾ എത്രയോ. കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും മുന്നിലാ, മറന്നു പോകണ്ട. ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം ദുരന്ത കഥയല്ല ചെറുപ്പക്കാരാ, ഇത്
മുഴുവൻ മതങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഥകളോ. അതുകൊണ്ട് എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്നറിയോ? മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഹബീബായ പ്രവാചകൻ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. വൈവാഹികമായ ജീവിതത്തിൽ ആ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കുരുന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എല്ലാ മക്കളും അവരെ കൊണ്ട് രണ്ട് ലോകത്തിലും ഗുണപ്പെടണം എന്നാണ്, ഗുണം കിട്ടണമെന്നാണ്. മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൊന്നുമോനാകണം, പൊന്നുമോളാകണമെന്നാണ് ഓരോ ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം. അവർ അശരണായി കിടക്കുമ്പോ, അവരവശരായി കിടക്കുമ്പോ, അവർ രോഗാതുരായി കിടക്കുമ്പോ, അവർ ബെഡിൽ വല്ലാതെ ക്ഷണിച്ചു കിടക്കുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരു തുള്ളി വെള്ളമെന്റെ വായിലേക്ക് ഒഴിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉപ്പമാരും ഉമ്മമാരും. എന്തൊക്കെ പ്രയാസം വന്നാലും അവർക്ക് താങ്ങും തണലുമായി ശരണമേകാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും പൊന്നുമോനും അപ്പുറവും ഇപ്പുറവും ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, അങ്ങനെ അതിയായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദീനീ ബോധമുള്ള ഇണയെ തെരഞ്ഞെടുക്കണം. ദീനീ ബോധമുള്ള ഇണയെ തെരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ലഹരിയിലേക്ക് കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താ? ഭൂനിവാസങ്ങളും ഹറാമിയത്തുകളും അരങ്ങു തകർക്കുമ്പോ മുമ്പുള്ള കുടുംബത്തിൽ ഏറെക്കുറെ പടച്ചതമ്പുരാന്റെ സഹായവും പ്രത്യേകമായ റഹ്മത്തും ചൊരിഞ്ഞിരുന്നു. കാരണം എന്താണെന്നറിയുമോ? ആ പരിശുദ്ധമായ മഗ്‌രിബ് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കാര പായിലിരുന്നു കൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബിമാരുണ്ടായിരുന്നു മുമ്പ് കാലത്ത്. മഗ്‌രിബ് നിസ്കരിക്കാൻ കയറി കഴിഞ്ഞാൽ ആ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റോടുന്നില്ല. കാരണം മുമ്പ് സീരിയലില്ലാത്തത് കൊണ്ട് ആ നിസ്കാരപ്പായിലും മുസല്ലയിലും തസ്ബീഹ് മാലയും മറിച്ച് ഇശാ നിസ്കരിച്ചിട്ട് പെങ്ങന്മാർ എഴുന്നേൽക്കുകയുള്ളായിരുന്നു. ആ ഒരു കാലഘട്ടം എവിടെയാ കാലഘട്ടം? എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ഓർത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഗൗരവത്തോടെ ചിന്തിച്ചു നോക്ക്. നീ അതാ നിസ്കാരപ്പായുടെയും നിസ്കാര കുപ്പായത്തിന്റെയും ചാരത്ത് വെച്ചിരിക്കുന്നത് തസ്ബീഹ് മാലയല്ല. നിന്റെ ടെലിവിഷന്റെ 250 ചാനലുകൾ നിറയ്ക്കപ്പെട്ടതായ ചാനലുകളുള്ള അതിന്റെ റിമോട്ട് കൺട്രോളാ തസ്ബീഹ് മാലയ്ക്ക് പകരം പ്രായമുള്ളവർ പോലും ഇപ്പോൾ കൈപിടിച്ചിരിക്കുന്നത്. മലക്കുകൾ വരുന്ന സമയം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുന്ന സമയം, കുടുംബത്തിന് വേണ്ടി ആശീർവാദങ്ങൾ നേരാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുന്ന സമയം, ആ സമയം തോന്നിവാസങ്ങളുടെ ടെലിവിഷനും തുറന്നു വെച്ചിട്ട് ഏതെല്ലാം പ്രോഗ്രാമിന് മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആശീർവദിക്കൂല, അവർ ശപിച്ചുകൊണ്ട് മടങ്ങും. കുടുംബത്തിൽ സമാധാനമുണ്ടാവോ? പിന്നെ ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമോ? പിന്നെ ആ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന മക്കൾ അവരെ ഇങ്ങോട്ട് വിളിച്ചാൽ അവരിങ്ങോട്ട് വരുമോ? അവരെ കൊണ്ട് ദുനിയാവിൽ നേട്ടമുണ്ടാകുമോ? പരലോകത്ത് അല്പമെങ്കിലും നേട്ടമുണ്ടാകുമോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആധികാരികമായിട്ട് ചിന്തിക്കാൻ പറയുകയാ. ഏറ്റവും പ്രധാനമായി ഇണകളെ തേടുമ്പോൾ, ആണ് പെണ്ണിനെ തേടുമ്പോൾ, പെണ്ണ് ആണിനെ തേടുമ്പോൾ ദീനീ ബോധമുള്ള ഇണകളെ തേടിയാൽ ആ കുടുംബ വല്ലരിയിൽ പരിരസിക്കുന്ന നല്ല സുഗന്ധമുള്ള കുസുമങ്ങളായിരിക്കും, മറക്കണ്ട. അനുസരണയുള്ള മക്കളായിരിക്കും, മറക്കണ്ട. ഏതൊക്കെ മഹാന്മാരെ പരിശോധിച്ചാലും, ഏതൊക്കെ ഔലിയാക്കന്മാരെ പരിശോധിച്ചാലും, ഏതൊക്കെ പ്രവാചകന്മാരെ പരിശോധിച്ചാലും, ഏതൊക്കെ സാലിഹീങ്ങളെ പരിശോധിച്ചാലും അവരൊക്കെ പൂത്തുല്ലസിച്ചത് നല്ല സാലിഹത്തായ സാലിഹീങ്ങളായ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മകനായിട്ടാ, മക്കളായിട്ടാ. നല്ല പുഷ്പങ്ങളും നല്ല ഫലവും കായ്ഫലവും കിട്ടണമെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണാകണം. പാറക്കല്ലിന്റെ മുകളിൽ കൊണ്ടുപോയി വിട്ടിട്ടാൽ അവിടെ കിടന്നുണങ്ങിപ്പോകും. ഏതെങ്കിലും വളമില്ലാത്ത, ഫലപുട്ടയില്ലാത്ത ഏതെങ്കിലും മണ്ണിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ വിത്തെറിഞ്ഞാൽ വേണ്ട ഫലം ലഭിക്കുകയില്ല. മറിച്ച് നല്ല ഫലമുള്ള ഇടമാണെങ്കിൽ നല്ല കായ്ഫലങ്ങൾ ലഭിക്കും. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ സ്വാലിഹ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ അബൂ സ്വാലിഹ് നടന്നു പോവുകയാണ്. ഒരു സമുദ്രത്തിന്റെ, ഒരു പുഴയുടെ, ഒരു നദിയുടെ, ഒരു പുഴയുടെ തീരത്തുകൂടി നടന്നു പോവുകയാ അബൂ സ്വാലിഹ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ.
മുമ്പോട്ട് നടന്നു. നല്ല വിശപ്പുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്. ദാരിദ്ര്യാവസ്ഥയിൽ കടന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ നോക്കുമ്പോ വിശപ്പിന്റെ കാഠിന്യം വല്ലാതെ കൂടിക്കൂടി വരികയാണ്. ആ പുഴയുടെ ഓളങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഒരു ഉമ്മാമ്പഴം ഒഴുകി വരികയാണ്. അല്ല, ഒരു ഉമ്മാമ്പഴം. പെട്ടെന്ന് തന്നെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ ഉമ്മാമ്പഴം തടഞ്ഞു നിർത്തി. ആ ഉമ്മാമ്പഴം റാഹത്തായിട്ടങ്ങ് കഴിച്ചു. ആ റുമ്മാമ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോ ആ റുമ്മാമ്പഴം ഉള്ളിലേക്കായപ്പോ വല്ലാതെ ഭയപ്പെട്ടു പോവുകയാണ് അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ ഈ കടിച്ച റുമ്മാമ്പഴം അതിന്റെ ഉടമസ്ഥന് പൊരുത്തമുള്ളതാണ്. ഞാൻ ഈ കടിച്ച റുമ്മാമ്പഴം അതിന്റെ ഉടമസ്ഥന് പൊരുത്തമുള്ളതാണോ? പരലോകത്തിൽ പരാജയപ്പെടുന്നത് ഈ ഒരു റുമ്മാമ്പഴത്തിന്റെ പേരിലാണെങ്കിൽ ഞാൻ എത്ര വലിയ നഷ്ടക്കാരനാ തമ്പുരാന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് ഉടമസ്ഥനോട് പോയി പൊരുത്തം ചോദിക്കാൻ ഞാൻ എത്രയും പെട്ടെന്ന് ബാധ്യസ്ഥനാണ്. മക്കള് പള്ളിക്കൂടങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് കടന്നുപോയി സന്ധ്യാസമയത്തിലേക്ക് തിരിച്ചു വരുമ്പോ ചെറിയ മക്കളുടെയും ചിലപ്പോൾ വലിയ കുട്ടികളുടെയും വായിൽ എന്തെങ്കിലുമൊക്കെ ചവയ്ക്കുന്നുണ്ടാവും. അവരുടെ ബാഗിൽ മാങ്ങകൾ ഉണ്ടാവും, അവരുടെ ബാഗിൽ പലതും ഉണ്ടാവും, അവരുടെ ബാഗിൽ പല വസ്തുക്കളും ഉണ്ടാവും. ഇന്ന് വരെയും ഏതെങ്കിലും ഒരു അല്ലാഹുവിനെ ഭയമുള്ള ഉപ്പയും ഉമ്മയും പൊന്നുമോനെ പൊന്നുമോളെ നീ എന്താ ചവയ്ക്കുന്നത്? അത് മാങ്ങയാണ്, അത് എവിടുത്തെ മാങ്ങയാ, അത് ഇന്ന വീട്ടിലെ മാങ്ങയാ, അതിന്റെ ഉടമസ്ഥൻ കണ്ടായിരുന്നു? ഇങ്ങനെ ഒരു ചോദ്യോത്തരം അല്ലാഹുവിനെ ഭയക്കുന്ന, പടച്ചവനെ ഭയക്കുന്ന, പരലോകത്തിൽ പ്രയോജനം കിട്ടുന്ന മക്കളെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഉപ്പമാരും ഉമ്മമാരും ആ മക്കളോടൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നടത്തിയിട്ടുണ്ടോ? വേണ്ടതുപോലെ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ വല്ലാതെ ആദികേറി, വല്ലാതെ പ്രയാസപ്പെട്ടു, വല്ലാതെ ബുദ്ധിമുട്ടി ഓടി നോക്കുന്നു. ആദ്യം കണ്ടുപിടിക്കേണ്ടത് റുമ്മാമ്പഴം എവിടെ നിന്നാ വീണത്, ആ വൃക്ഷമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ആ വൃക്ഷം നിൽക്കുന്ന പുരയിടം, പിന്നെ കണ്ടുപിടിക്കേണ്ടത് ആ വൃക്ഷം നിൽക്കുന്ന പുരയിടത്തിന്റെ ഉടമസ്ഥ. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുറെ മുന്നോട്ട് പോയപ്പോൾ ആ പുഴയുടെ വക്കിൽ ഒരുപാട് റുമ്മാമ്പഴങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന, കായ്ഫലത്തോടെ നിൽക്കുന്ന ഒരു നല്ല ഒരു വൃക്ഷം കണ്ടു. ഉറപ്പിച്ചു, ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ കടിച്ച റുമ്മാമ്പഴം വീണത്. അതേത് പുരയിടവുമായി ബന്ധപ്പെട്ടാ നിൽക്കുന്നത് കണ്ടുപിടിച്ചു. അതിന്റെ ഉടമസ്ഥനെ തേടി യാത്ര ചെയ്യുകയാണ്. അവസാനം ആ ഉടമസ്ഥന്റെ വീട്ടിന്റെ സമീപത്ത് വന്ന് വാതിലിന് മുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, വാതിൽ തുറന്നുകൊണ്ട് നല്ല പ്രതാപമുള്ള ഐശ്വര്യ സമ്പൂർണനായ ഒരു മുഖം, സമ്പൂർണമായ ഒരു മുഖത്തോടെ, സുന്ദരവദനത്തോടെ അതാ ഒരു മുതലാളി പ്രത്യക്ഷപ്പെടുകയാണ്. എന്തു വേണം, നിങ്ങളാരാ? ഉടൻ തന്നെ അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, മുതലാളി, നിങ്ങൾ എന്നോട് പൊറുക്കണം. ഞാൻ പാവപ്പെട്ട ഒരു ദരിദ്രനാണ്. എന്റെ കയ്യിൽ പണമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു, ഞാൻ വല്ലാതെ വിശപ്പുള്ളവനായിരുന്നു. ഞാൻ ആ പുഴയുടെ തീരത്തുകൂടി കടന്നു വരുമ്പോ അങ്ങയുടെ റുമ്മാൻ വൃക്ഷമുണ്ടല്ലോ, ആ റുമ്മാൻ വൃക്ഷത്തിൽ നിന്നും മുതിർന്ന് ആ പുഴയിലേക്ക് വീണ ആ റുമ്മാമ്പഴം നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ എടുത്തുപോയി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാനത് കടിച്ചുപോയി. അതുകൊണ്ട് പരലോകത്തിൽ പടച്ച തമ്പുരാനെ പിടിച്ചു നിർത്തും. നിങ്ങളുടെ പൊരുത്തമില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണം, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. അത്ഭുതപ്പെട്ടു പോയി മുതലാളി. സുബ്ഹാനല്ലാഹ്, ഉടൻ തന്നെ പറയുകയാ, പൊന്നുമോനെ പെട്ടെന്നൊന്നും ഞാൻ പൊരുത്തപ്പെട്ടു തരൂല, അങ്ങനൊന്നും പൊരുത്തപ്പെട്ടു തരൂല. ആ കാണുന്ന തോട്ടം കണ്ടോ, അവിടെ ഇത്രകാലം നീ പണിയെടുത്താൽ നിനക്ക് പൊരുത്തപ്പെട്ടു തരാം. ആ ചെറുപ്പക്കാരൻ അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിക്കുകയാ, പടച്ചവനെ ഇതെന്ത് പരീക്ഷണവാ റബ്ബെങ്കിലും പരലോകത്തിന്റെ തീക്ഷ്ണമായ അവസരങ്ങളും സാഹചര്യങ്ങളും ചിന്തിച്ചപ്പോ ആ തോട്ടത്തിലേക്ക് ഓടുകയാണ്, പണിയെടുക്കുകയാണ്. ഒരുപാട് നാൾ അവിടെ കഴിച്ചു കൂട്ടുകയാണ്. പണി കഴിഞ്ഞുകൊണ്ട് കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തി മുതലാളിയോട് ചോദിക്കുന്നു, ഇനിയെങ്കിലും നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? നിങ്ങൾ പറഞ്ഞ തോട്ടത്തിൽ ഞാൻ പണിയെടുത്തു. ഉടൻ തന്നെ മറ്റൊരു തോട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാ, അവിടെ നീ ഇത്ര കാലയളവ് പണിയെടുക്കണോ? അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ, പരലോകത്തെ കുറിച്ച്
കുറിച്ച് ചിന്തിക്കുമ്പോ പരലോകത്തിലുള്ള ജീവിതമല്ലേ ജീവിതം. ഇവിടുത്തെ പ്രയാസങ്ങൾ ഒരു പ്രയാസമല്ലല്ലോ, ഇവിടുത്തെ ദുഃഖങ്ങൾ ഒരു ദുഃഖമല്ലല്ലോ, ഇവിടുത്തെ പ്രതിസന്ധി ഒരു പ്രതിസന്ധിയല്ലല്ലോ, ഇവിടുത്തെ പ്രതിബന്ധങ്ങൾ ഒരു പ്രതിബന്ധങ്ങളല്ലല്ലോ, ഇവിടുത്തെ സുഖങ്ങൾക്ക് സ്ഥായി ഭാവമില്ലല്ലോ, ഇവിടുത്തെ സന്തോഷങ്ങൾ നിലനിൽക്കുകയില്ലല്ലോ, ഇവിടുത്തെ സന്തോഷങ്ങൾ ഒരിക്കലും ശാശ്വതവാസമുള്ളതല്ലല്ലോ, ശാശ്വതീകത്വമുള്ളതല്ലല്ലോ. അതുകൊണ്ട് പരലോകത്തിൽ പരാജയപ്പെടാതിരിക്കാൻ ഞാൻ എത്ര കാലം കഷ്ടപ്പെട്ടായിരുന്നാലും വേണ്ടില്ല. അദ്ദേഹം പറയുന്ന പണികൾ മുഴുവനും എടുക്കുകയാ, കാലങ്ങളേറെ മുന്നോട്ട് കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാ. ആ മുതലാളിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, തന്നെ മുതലാളി പറയുന്നു, ഇനി ഒരൊറ്റ കാര്യമാണ്, ഇനി ഒരൊറ്റ വിവക്ഷ മാത്രമേ ഉള്ളൂ, ഇനി ഒന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. അക്കാര്യം കൂടി ചെയ്താൽ പിന്നെ രണ്ടാമതൊന്ന് നിന്നോട് ഞാൻ പറയില്ല, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം. പറഞ്ഞാലും ഞാനത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥന. ഉടൻ തന്നെ മുതലാളി പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു മകളുണ്ട് കേട്ടോ, അബൂ സാലിഹ്, അബൂ സാലിഹ്, എന്റെ ഒരു പൊന്നുമോളുണ്ട്. പക്ഷേ ആ മകളെ കുറിച്ച് നിനക്കറിയുമോ? ആ മകളുടെ കണ്ണിന് കാഴ്ചയില്ല, ആ മകളുടെ കാതിന് കേൾവി ശക്തിയില്ല, ആ മകൾക്ക് കരങ്ങളില്ല, കരങ്ങൾക്ക് സ്വാധീനമില്ല, ആ മകൾക്ക് കാലുകൾക്ക് സ്വാധീനമില്ല, അവയവങ്ങൾക്ക് സ്വാധീനമില്ല. ആ എന്റെ പൊന്നുമോള് ഫാത്തിമാനെ നീ വിവാഹം കഴിച്ചാൽ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം. സുബ്ഹാനല്ലാഹ്, അത്ഭുതമായി പോയി, അത്ഭുതമായി പോയി. കാരണം എന്ത് മുസീബത്താ അല്ലാഹ്. ഞാനൊരു ചെറുപ്പക്കാരനാ, എനിക്കും വികാരവും വിചാരവുമുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, എനിക്കും ഒരുപിടി സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരനാ. ഈ ഒരു മാംസകഷണത്തെ ഞാൻ ഏറ്റെടുത്ത് എന്റെ ജീവിതകാലം മുഴുവനും എന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. കാരണം കാഴ്ചയില്ലല്ലോ, കേൾവിയില്ലല്ലോ, കൈകാലുകൾക്ക് സ്വാധീനമില്ലല്ലോ, ഒരു മാംസത്തിന്റെ കഷ്ണമാണല്ലോ. എങ്ങനെയാണ് ഇത്രയും വലിയ ത്യാഗം ഞാൻ ഏറ്റെടുക്കുക? പക്ഷേ പരലോകത്തിന്റെ പ്രതിസന്ധികൾ ഓർക്കുമ്പോ അവസാനം അബൂ സാലിഹ് എന്ന് പറയുന്ന അല്ലാഹുവിനെ ഭയമുള്ള ചെറുപ്പക്കാരൻ പറയുകയോ, ഞാനത് സ്വീകരിച്ചു മുതലാളി, ഞാനത് ഏറ്റെടുക്കാം. സുബ്ഹാനല്ലാഹ്, അതാ ഫാത്തിമാനെ വിവാഹം ചെയ്തു കൊടുക്കുക. ഫാത്തിമാനെ വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് അതാ തന്റെ 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 ഭാര്യയുടെ പിതാവാകുന്ന ഈ മുതലാളി പറയുകയാ, പൊന്നുമോനെ, അകത്തേക്ക് കടന്നു ചെന്നാലും ആ കാണുന്ന റൂമിലാ എന്റെ പൊന്നുമോള് ഫാത്തിമ ഉള്ളതോ, നിനക്ക് സന്തോഷിക്കാം, കടന്നു പോയിക്കോ. അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിക്കുക, ഞാൻ എന്തിനാ പോകുന്നത്, അങ്ങോട്ട് പോകുന്നത് എന്തിനാ, ഞാൻ എന്തിനാ അങ്ങോട്ട് കടന്നു പോകുന്നതോ? കണ്ണിന് കാഴ്ചയില്ല, കാതുകൾക്ക് ശേഷിയില്ല, കൈകാലുകളില്ല, ഒരു മാംസക്കട്ടമല്ലേ ആ റൂമിലുള്ളതോ, ഞാൻ എന്തിനാ അങ്ങോട്ട് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മന്ദം മന്ദം മുന്നോട്ട് പോയി ആ റൂമിന്റെ വിരിപ്പങ്ങ് മാറ്റുമ്പോ അത്ഭുതമാണ്, അത്ഭുതമാ. കാണാനിടകൊള്ള തേജോമയമായ സുന്ദരവദനമുള്ള വെട്ടിത്തിളങ്ങുന്ന സുന്ദരവദനത്തോടെ ഒരു പെൺകുട്ടി അതാ മുത്തുപൊഴിയും ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ണിന് കാഴ്ചയുണ്ട്, കുഴപ്പമില്ല, കാതിന് കേൾവി ശക്തിയുണ്ട്, കുഴപ്പമില്ല, കൈകാലുകൾക്കൊരു സ്വാധീനത്തിന് പ്രശ്നമില്ല. അതീവ സുന്ദരിയായ നല്ല കുലീനയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോ അത്ഭുതപ്പെട്ടുകൊണ്ട് അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യനെ പിന്നോട്ട് മാറുന്നു. അല്ലാഹുവേ, ഇതേത് പെണ്ണാ, എനിക്ക് നൽകിയിട്ടുള്ള, എനിക്ക് വിവാഹം ചെയ്തു തന്നിട്ടുള്ള ഫാത്തിമ അല്ലല്ലോ ഇതോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഫാത്തിമ എവിടെ? അതാ ഭാര്യയുടെ പിതാവിന്റെ സമീപത്ത് പോയി ചോദിക്കുന്നു, നിങ്ങൾ ഏത് റൂമാ പറഞ്ഞത്? അവിടെ ഫാത്തിമ അല്ലല്ലോ, അവിടെ ഇരിക്കുന്നത് ഫാത്തിമ അല്ലല്ലോ, ഫാത്തിമ അല്ലല്ലോ. ഉടൻ തന്നെയാ മുതലാളി പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട ആ ഭാര്യയുടെ പിതാവ് പറയുകയോ, അതാണ് എന്റെ മോള് ഫാത്തിമ. ആ
പൊന്നുമോള് ഫാത്തിമാനെ കുറിച്ച് നിനക്കറിയുവോ? ഞാൻ കാഴ്ചയില്ലെന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്താണെന്നറിയുവോ? എന്റെ പൊന്നുമോള് ഫാത്തിമ അല്ലാഹു അവൾക്ക് കൊടുത്ത കണ്ണുകൾ കൊണ്ട് ഒരു ഹറാമും അവൾ കണ്ടിട്ടില്ല. അവൾക്ക് കൊടുത്ത കാതുകൾ കൊണ്ട് ഒരു ഹറാമും അവൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് ഹറാമ് കാണുന്ന കണ്ണ് അവൾക്കില്ല എന്നോ, ഹറാമ് കേൾക്കുന്ന കേൾവി അവൾക്കില്ല എന്നോ, കേൾവി അവൾക്കില്ല എന്നോ. ഇന്ന് വരെയും ഒരു ഹറാമിലേക്ക് അവൾ സ്പർശിച്ചിട്ടില്ല, ഹറാം എടുക്കുന്ന കരങ്ങളില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പടച്ചവൻ നിഷിദ്ധമാക്കിയ ഒരു പ്രദേശത്തേക്ക് അവൾ നടന്നു പോയിട്ടില്ല, അങ്ങനെയുള്ള കാലം അവൾക്കില്ല എന്നാ ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന് നിഷിദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു അവയവവും എന്റെ പൊന്നുമോള് ഫാത്തിമയ്ക്കില്ല എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ അറിയുമോ, അബൂ സാലിഹ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മരുമകന് എന്റെ പൊന്നുമോളുണ്ടല്ലോ, സാലിഹത്തായ എന്റെ പൊന്നുമോള് എത്രയോ നാളുകളായിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടിയിട്ടോ അള്ളാഹുവിനെ ഭയമുള്ള ഒരു മരുമകനെ അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നടക്കുകയായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് പേടിയുള്ള എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കുടുംബക്കാരിയാ. അവൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അവൾക്ക് നല്ല സൗന്ദര്യമുണ്ട്. പക്ഷേ എനിക്ക് ആവശ്യമുള്ള മരുമകൻ ഏതാണെന്ന് അറിയുമോ? ഫദ്ഫർ ബിദാത്തി അല്ലാഹുവിനെ പേടിയുള്ള ഹൃദയമുള്ള ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഒരുപാട് കാലമേറെയായി പടച്ച തമ്പുരാനോട് പാതിരാവിന്റെ പല പഴുതിലൂടെയും പ്രാർത്ഥിച്ചു പൊട്ടിക്കറന്നുകൊണ്ടോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കൊരു മരുമകനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എത്രയോ കാലങ്ങളായി ആ വൃക്ഷമുണ്ടല്ലോ ചെറുപ്പക്കാരാ, ആറും എത്രയോ പഴങ്ങള് അതാ സമുദ്രത്തിലേക്ക് വീണുപോയിട്ടുണ്ട്. എനിക്കതിലൊരു പ്രശ്നമല്ല. എത്രയോ പഴങ്ങൾ കിളികൾ കൊത്തി തിന്നിട്ടുണ്ട്, കുട്ടികൾ പറിച്ചുകൊണ്ട് പോകാറുണ്ടോ? ഒരു പഴം പോയതിൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഒരു റുമ്മാമ്പഴത്തിന്റെ വിഷയത്തില് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരാ, നിന്നെപ്പോലെ റബ്ബിന് ഭയമുള്ള ഒരു മരുമകനെയാ ഞാൻ ആഗ്രഹിച്ചിരുന്നതോ, അങ്ങനെയുള്ള ഒരാളിന് വേണ്ടിയിട്ടാ ഞാൻ പ്രാർത്ഥിച്ചിരുന്നതോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ ഈമാനം നടക്കാൻ വേണ്ടിയിട്ടാ നിന്നെ എന്റെ തോട്ടത്തിൽ പണിയെടുപ്പിച്ചതോ, അല്ലാതെ എന്റെ മനസ്സിന്റെ കടുപ്പം കൊണ്ടല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട മരുമകനായിട്ട് നിന്നെ ഉറപ്പിക്കുകയായിരുന്നു. ഓരോ പണി കഴിയുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കറന്ന് ഞാൻ അൽഹംദുലില്ലാ പറയുകയായിരുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ കടന്നു പോ പൊന്നുമോന്. അതാണ് പൊന്നുമോനെ നിന്റെ ഭാര്യ ഫാത്തിമ, അതാണ് പൊന്നുമോനെ നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മണി ഫാത്തിമ, അതാണ് പൊന്നു മരുമകനെ നിന്റെ പ്രാണപ്രയസ്യ സഹധർമ്മണി ഫാത്തിമ. അതുകൊണ്ട് കടന്നു പോ, സന്തോഷത്തോടെ കടന്നു പോ പൊന്നുമോനെ. അബൂ സാലിഹ് എന്ന് പറയുമ്പോ ഒന്നാലോചിക്കണേ, ആ രണ്ട് ധ്രുവങ്ങൾ എവിടെയാ? ആ രണ്ട് ധ്രുവങ്ങളേതാ? കുടുംബ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ ആ രണ്ട് ധ്രുവങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ചവനെ ഭയപ്പെടുന്ന രണ്ട് ധ്രുവങ്ങൾ കൂട്ടിമുട്ടിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിനെ ഭയമുള്ള ഹൃദയമുള്ള പടച്ച തമ്പുരാനെ പേടിച്ചുകൊണ്ട് ഇത്രയും അധികം പ്രതിബന്ധങ്ങളെ ഏറ്റെടുത്ത അബൂ സാലിഹ് ഉണ്ടല്ലോ, ആ അബൂ സാലിഹും അതുപോലെ തന്നെ ഫാത്തിമയുണ്ടല്ലോ. ഒരു ഹറാമ കണ്ടിട്ടില്ലാത്ത, ഒരു ഹറാമ കേട്ടിട്ടില്ലാത്ത, ഒരു നിഷിദ്ധമായ പ്രവർത്തനത്തിലേക്കും അടുത്തിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഫാത്തിമ, അവർ രണ്ടുപേരുടെയും കുടുംബ വല്ലരിയില് പരിലസിച്ച് ആ പുഷ്പവാടിയില് പൂത്തുല്ലസിച്ച കുസുമമാ. അവ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട പൊന്നുമോന്റെ പേരേതാണെന്നറിയുവോ? ആ രണ്ട് ആത്മീയതയുടെ ആന്തോളനങ്ങൾ അലയടിക്കുന്ന രണ്ട് ധ്രുവങ്ങളും കൂട്ടിമുട്ടിയപ്പോ അവിടെ തമ്പുരാന് കൊടുത്ത മുത്തേതാണെന്നറിയുവോ? ഖുതുബുർ റബ്ബാനി വൽ ഗൗസു സമദാനി മഹബൂബ് സുബ്ഹാനി ഖിന്ദീൽ നൂറാനി അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യാ മുഹീദ്ദീനി യാ മുഹീദ്ദീനി
യാ മുഹീദ്ദീൻ യാ അബ്ദുൽ ഖാദിർ ജിലാനി കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കൺമാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ അതേ ഗൗസുൽ ആദം തങ്ങൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ആത്മീയ പശ്ചാത്തലമാ സഹോദര നമ്മളെ പറഞ്ഞത് മറക്കണ്ട. വെറുതെയല്ല ഗൗസുൽ ആദം തങ്ങൾ ഗൗസുൽ ആദം തങ്ങളായതോ, അതുകൊണ്ട് മറക്കണ്ട. കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കമ്പും കടമ്പും അതിന്റെ ഫൗണ്ടേഷനും അറിയാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോയി അതാ വിസ്ഫോടനങ്ങളുടെ വിരിമാറുകൾ തീർക്കുന്നു. അരമനയുടെ അകത്തളങ്ങൾ നരകീയമായ ഒരു പ്രതിബന്ധങ്ങളെ തീർക്കുന്നു. ആധുനിക കുടുംബ ജീവിതത്തിൽ മാറ്റങ്ങൾ വേണ്ടേ സഹോദരങ്ങള്, മാറ്റങ്ങൾ വേണ്ടേ സഹോദരങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്നോട് എനിക്കൊരു ഉപദേശം പറയാനുണ്ട്, മറക്കണ്ടോ. നിനക്ക് അള്ളാഹു വളരെ സിമ്പിളായിട്ട് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. നിന്റെ സ്ഥാനം ചെറുതല്ലോ. നീ വിചാരിക്കും ഞാൻ വീടിന്റെ അകത്തളത്തിൽ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടു പോയ പെണ്ണാണല്ലോ, മക്കളെ മാത്രം പരിപാലിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട പെണ്ണാണല്ലോ, ഉപ്പയെയും ഉമ്മയും മാത്രം പരിചരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പെണ്ണാണല്ലോ, ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട പെണ്ണാണല്ലോ. എന്റെ വിധി ഇങ്ങനെയാണല്ലോ. ശരീരത്തിന്റെ ഒരവരവ്യവഹവും മറ്റുള്ള ആളുകളെ കാണിക്കാൻ പറ്റാത്ത പെണ്ണാണല്ലോ. എനിക്ക് അടിച്ചു പൊളിച്ചു മുന്നോട്ട് പോകാൻ പറ്റാത്ത പെണ്ണാണല്ലോ. അറിയണം പെങ്ങളെ, ലോകം മുഴുവനും നിന്നെ കുറിച്ചാ ചർച്ച ചെയ്യുന്നത് മറക്കണ്ട. ലോകം മുഴുവനും ഇസ്ലാമിന്റെ മൂല്യത്തിലേക്ക് കടന്നു നോക്കുകയോ ഇസ്ലാമിന്റെ കുടുംബ വ്യവസ്ഥകളെ കുറിച്ച് ജുഡീഷ്യറിയിൽ പോലും ചർച്ചയാവുകയോ. മറന്നു പോകണ്ട. അതാ ഫെമിനിസം തലക്ക് പിടിച്ചുകൊണ്ട് അരങ്ങുതകർക്കുന്ന പെണ്ണുങ്ങളുടെ കൂത്താട്ടം പിടിച്ചു നിർത്താൻ പറ്റാതെ നമ്മുടെ ജുഡീഷ്യറി ഉൾപ്പെടെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ വന്ന് കൊന്നുകൂടുന്ന കേസുകളുണ്ടല്ലോ, കുടുംബ കോടതിയിൽ വന്ന് കൊന്നുകൂടുന്ന കേസുകളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ അഭിമാനത്തോടെ നീ ആലോചിച്ചോ, നിനക്ക് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ തന്ന ക്വാളിറ്റി ഏതാണെന്നറിയുവോ? ഹബീബായ നബിതങ്ങൾ വിജയപ്പെടുത്തിയ ക്വാളിറ്റി ഏതാണെന്നറിയുമോ? ഒരു ആൺകുട്ടി പറക്കുമ്പോൾ, അതുകൊണ്ട് ആൺകുട്ടി പറക്കുമ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ പുറത്തിങ്ങനെ ടെൻഷൻ അടിച്ച് ഭർത്താവ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, പലരും ഉണ്ടാവും. കുട്ടിയാണാണോ പെണ്ണാണോ എന്നറിയുക. ആരാ പറയുന്നത്? അതിന്റെ ഉത്തരവാദിയായ ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്, തെറ്റിദ്ധരിച്ചു പോകരുത്. കുട്ടിയാണാകുന്നതിന്റെയും പെണ്ണാകുന്നതിന്റെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ആണാണ്. എന്താ പറഞ്ഞത്? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പള്ളയിൽ വളരുന്ന കുട്ടി, അവൾ ഏത് ലിംഗക്കാരനാണ് ലിംഗക്കാരിയാണ് എന്ന് നിർണയിക്കുന്നത് ആരാ? അതിൽ സ്ത്രീകൾക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചു നോക്കും, നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചു നോക്കും, നിങ്ങൾ ഏതെങ്കിലും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്നവരോട് ചോദിച്ചു നോക്ക്. അടിസ്ഥാനപരമായി അത് നിർണയിക്കുന്നവൻ ആണാണ്. അതുകൊണ്ട് എന്തിനാണ് നീ ഈ പെൺകുട്ടിയെ പ്രസവിച്ചത് എന്ന് ചോദിക്കാൻ ചെറുപ്പക്കാരാ നിനക്ക് അവകാശമില്ല. അവിടെ അവൾക്കൊരു റോളുമില്ല എന്ന് ശാസ്ത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് മറന്നു പോകണ്ട. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആൺകുട്ടിയാണെന്ന് കേൾക്കുമ്പോ സന്തോഷം, പെൺകുട്ടിയാണെന്ന് കേൾക്കുമ്പോൾ ഒരു നീരസം. വലിയ കാര്യപ്പെട്ട പൊതികളൊക്കെ അവിടെ പൊട്ടി. ആളുകൾ വല്ലതും പറയും, ഒരു 25 വയസ്സാണ് പാരീസ് മിഠായി മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. അള്ളാന്റെ ഖുർആൻ സന്തോഷവാർത്തയാണ് എന്ന് ആൺകുട്ടികളുടെ ജന്മത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്?
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ലോകത്തിന്റെ നെറുകയിൽ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളുടെ വിരിവാർ തീർക്കുന്ന വിശുദ്ധമായ ഖുർആൻ, 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന ലോകത്തിൽ അള്ളാന്റെ ഭൂമിയിലുള്ള ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. 1500 വർഷത്തിന്റെ പഴക്കമുണ്ടായിട്ടും ഒരു വള്ളി പുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ, ഒരു ആദർശത്തിന് മാറ്റം വരുത്താതെ, ഒരു ആശയത്തിന് മാറ്റം വരുത്താതെ, ഒരു പദത്തിന് മാറ്റം വരുത്താതെ, ഒരു പുള്ളിക്ക് മാറ്റം വരുത്താതെ ഒന്നും നിലകൊള്ളുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധമായ ഖുർആൻ. അതിന് പഴയതില്ല, പുതിയതില്ല, ഒറ്റ ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. എന്തുകൊണ്ടാണ്? ഇസ്ലാം ദീൻ അല്ലാഹുവിന്റെ മതമാണ്. അത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ അത് ആരൊക്കെ തച്ചുടക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ കത്തിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും, അതിന്റെ ആദർശങ്ങൾക്കെതിരെ ആരൊക്കെ പോരാട്ടം നടത്തിയാലും അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ആ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാണ്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദൻ വഹുവ കലീം. എന്താ പറഞ്ഞത്? വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. പെണ്ണെന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്തയാണ്. ഒരു പെൺകുട്ടി നിനക്ക് ജനിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സുവിശേഷമാണെന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം ഉച്ചയിത്തരം പ്രഖ്യാപിക്കുക. ഒരു ആൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ അതൊരു നല്ല വാർത്തയാണെന്ന് ഖുർആൻ പറയുന്നില്ല. ഒരു ബിശാറത്താണ്, ഒരു സന്തോഷ വാർത്തയാണ്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. അല്ലാഹുവിന്റെ ഖുർആൻ എത്ര സ്ഥാനവാദിയും തന്നിട്ടുള്ളത്. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? പെങ്ങളെ, എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനങ്ങൾ പഠിക്കണം. അതിനെ കാറ്റിൽ പറത്തിയിട്ട് ആധുനികതയുടെ പളപളപ്പിൽ അലങ്കാരങ്ങളും ആർഭാടങ്ങളും അധിനിവേശങ്ങളും നിന്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നീ റിയാലിറ്റി ഷോയിൽ കാണുന്ന പെൺകുട്ടികളുടെ വസ്ത്രം മോഹിച്ചു നോക്കിക്കൊണ്ട് നടക്കുന്ന പെണ്ണാണെങ്കിൽ, പട്ടുസാരിയെല്ലാം സീരിയൽ കാണുമ്പോ, പട്ടുസാരിയെല്ലാം പറയുന്ന സീരിയൽ കാണുമ്പോ അതിലുള്ള പട്ടുസാരി എടുത്താൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ, നിന്റെ ടെലിവിഷന്റെ മുമ്പിൽ ഓരോ പരിപാടി അവതാരികളും കടന്നു വരുമ്പോൾ അവരിട്ടിരിക്കുന്ന വസ്ത്രം ഞാനിടമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പെണ്ണെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നത് എന്താണെന്നറിയോ? അദ്ദുനിയാ കുല്ലുഹാ മതാ. ദുനിയാവ് മുഴുവനും, അല്ലാഹുവിന്റെ ദുനിയാവ് മുഴുവനും വിവിധങ്ങളായ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. വിഭവങ്ങൾ, ഒരുപാട് വിഭവങ്ങൾ അല്ലാഹു ദുനിയാവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല വിഭവം, ഏറ്റവും നല്ല മതാ, ഏറ്റവും നല്ല സമ്പത്ത് ഏതാണെന്നറിയുമോ? ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സാലിഹ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല സമ്പത്ത് ഏതാ? കോടികൾ കിട്ടുന്നതിന്, അമ്പര ചുംബികളായ രമ്യ ഹർമ്മങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ കരങ്ങളിലെത്തുന്നതിന്, ഒക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന പറമ്പിന്റെ പ്രമാണം നിന്റെ കയ്യിലെത്തുന്നതിന്, നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ നിനക്ക് സ്വന്തമായി എത്തുന്നതിന്, വിദേശത്തും സ്വദേശത്തും ഒരുപാട് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള സംവിധാനങ്ങൾ വിവിധകരങ്ങളിൽ എത്തുന്നതിന്, ഒരുപാട് അധികാരങ്ങളും സിംഹാസനങ്ങളും ചെങ്കോലുകളും കിരീടങ്ങളും നിന്റെ കയ്യിലെത്തുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഹൈറ് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണുണ്ടല്ലോ. ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ. ഇത്രയും വലിയ സംരംഭങ്ങളിലും, ഇത്രയും വലിയ സമ്പത്തുകളിലും, ഇത്രയും വലിയ വിഭവങ്ങളിലും ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് മരതകത്തെക്കാളും മാണിക്കത്തെക്കാളും രത്നത്തെക്കാളും സ്വർണത്തെക്കാളും വജ്രത്തെക്കാളും നാഗരത്നത്തെക്കാളും ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാണെന്ന് ലോകത്തിലെ ആചാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഖായെ നാംദാർ താജ്ദാരെ മദീന മുഹമ്മദ് മുസ്തഫ.
അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണാണ്, യഥാർത്ഥ ഒരു കുടുംബിനിയാണ്. നിന്റെ വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകണം. കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നിനക്ക് സ്വർഗ്ഗത്തിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടാണ് ഒരു സ്വർഗ്ഗത്തിൽ പോകാൻ. അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. അവർക്ക് അല്ലാഹു വെച്ചിട്ടുള്ള പരിശുദ്ധമായ പറുദീസയാകുന്ന വിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ അന്തരംഗത്ത് കൂടി അവർക്ക് കടന്നു പോകണമെങ്കിൽ നോക്കണം, കുടുംബത്തെ പോറ്റണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവസരോചിതമായി അവർക്ക് നൽകണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായും കുടുംബപരമായിട്ടും ഒക്കെ അവന് ശ്രദ്ധിക്കണം. പെണ്ണെ, നിന്റെ അരമനയുടെ അകത്തളം ആത്മീയമായ സമ്പൂർണമായ പരിമളമുള്ളതാക്കുക എന്നുള്ള ഏക ദൗത്യമാണ് നിന്നെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. എത്ര സിമ്പിളായ എന്റെ പെങ്ങളെ. നിനക്ക് ഫാത്തിമ ബീബിയോട് ഇഷ്ടമുണ്ട്, നിനക്ക് മഹദിയായ ഖദീജത്തുൽ കുബ്രയുടെ കൈപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് മഹദിമാരായ ആയിഷത്തു തുഹ്റാനോടൊത്ത്, ആസിയ ബീബിയോടൊത്ത്, മഹദിമാരോടൊത്ത് സ്വർഗത്തിൽ ഒരു നിമിഷം നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുടുംബജീവിതം തച്ചുടത്ത് കളയാതെ മുന്നോട്ട് കൊണ്ടുപോകണം. എപ്പോഴും ഭർത്താക്കന്മാർക്ക് വീട്ടിലിരിക്കും, ഏത് സമയവും ഭർത്താക്കന്മാർക്ക് വീട്ടിലിരിക്കാൻ. വീട്ടിലിരുന്നാൽ അന്നം മുടങ്ങിപ്പോകും. അവരുടെ അന്നം പുറത്തെ ഉടനെടുക്കും. അവർ ചിലപ്പോൾ ഗൾഫിൽ പോകേണ്ടി വരും, അവർ ചിലപ്പോൾ കച്ചവടത്തിന് പോകേണ്ടി വരും, അവർ ചിലപ്പോൾ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അവര് കഷ്ടപ്പെടുന്നത് ആലോചിച്ചു നോക്കണം. ഞാൻ ഓർത്തു പോവുകയാണ്. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ തന്നെ പറയുന്നത് കേട്ടപ്പോൾ വല്ലാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഓരോ പുരുഷന്മാരും അവരുടെ ഒറ്റത്തടിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ആത്മാർത്ഥതയോടെ ചിന്തിക്കണം. കേവലം ഒരു പ്രഘോഷണ പ്രഹസനമായിട്ട് നടപ്പതിച്ചു പോകരുത്. അള്ളാഹു തമ്മിൽ അവസരമായിട്ട് കാണും. അത് നിങ്ങൾ ഇപ്പൊ കേട്ടാലും അത് പിന്നെ കേട്ടാലും നിങ്ങളുടെ വീട്ടിലിരുന്ന് കേട്ടാലും ഏതെങ്കിലും നെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് പിന്നെ പിൽക്കാലത്ത് കേട്ടാലും യാത്ര ചെയ്യുമ്പോൾ കേട്ടാലും വീട്ടിന്റെ അകത്തിൽ നിന്ന് കേട്ടാലും ഹെഡ്സെറ്റ് വെച്ച് കേട്ടാലും പുറത്തുകൂടി കേട്ടാലും എങ്ങനെയൊക്കെ കേട്ടാലും ഈ പറയുന്നത് കേവലം പ്രഹസനമാകരുത്. അള്ളാഹു നിനക്ക് കേൾക്കാൻ തന്ന ഒരു സൗഭാഗ്യമായി പെങ്ങളെ നീ അതിനെ വീക്ഷിക്കണം. എന്താ ഞാൻ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ബൈ റൂട്ടിൽ സ്വർഗം മേടിക്കാൻ പറ്റും. ചെറുപ്പക്കാരൻ പറയുകയാ, ഒറ്റത്തടിയാ പുരുഷന്മാരുടെ ഒരു തടി മാത്രം കഴിയാനാണെങ്കിൽ അവര് വലിയ പെടാപ്പാടൊന്നും പെടണ്ട. എന്തെല്ലാം സംവിധാനം, വെറുതെ നിന്നാ മതി, ഒരു പണിയെടുക്കണ്ട. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഒരു കുടുംബത്തിനെ പോറ്റാൻ ഒറ്റത്തടിക്ക് വേണ്ടിയിട്ടല്ല അവര് പ്രാർത്ഥിക്കുന്നത്. എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയുമുണ്ട്. ഞാൻ ചെലവിന് കൊടുക്കാൻ നിർബന്ധമായ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്. എന്നെ പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു ചെറിയ പൊതിയെങ്കിലും കാത്തിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട എന്റെ മകനുണ്ട്, മകളുണ്ട്. സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പുറപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അവരോട് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമ്പോൾ വിശദീകരണമില്ല. നിങ്ങൾക്കെല്ലാം ഒരുപാട് കടമയുണ്ട്. ഞാനൊന്ന് ചോദിക്കുന്നു, കുടുംബജീവിതം സന്തോഷകരമാകണമെങ്കിൽ ഹബീബായ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധൌഷധമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നിസ്കരിക്കൂല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോമ്പെടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സദഖ കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എവിടെയൊക്കെ വിൽമിന്റെ സദസ്സുകളുണ്ടോ, അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, പോരാ കർണാടകയിൽ ഉൾപ്പെടെ മറ്റുള്ള തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഈ വിനീതൻ പല സ്ഥലത്തും പോകുമ്പോൾ ഇന്നലെയും അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതൽ സഹായിച്ചതോ ഇന്നലെ ഈ വിനീതന്റെ പ്രഭാഷണം എരുമേലിയിലായിരുന്നു. പത്തനംതിട്ടയിലൂടെ കടന്നുപോയിട്ട് ശബരിമല റൂട്ടുണ്ടല്ലോ, എരുമേലി ഉണ്ടല്ലോ, എരുമേലി അവിടെയായിരുന്നു എന്റെ പ്രഭാഷണം. സുബ്ഹാനല്ലാഹ്, ഇന്നലെയും ഏറ്റവും കൂടുതൽ സദസ്സിനെ സഹകരിച്ചിട്ടുള്ളത്, സദസ്സിനെ സഹായിച്ചിട്ടുള്ളത് പെണ്ണന്മാരാ. എത്രയോ സദസ്സുകളെ സഹകരിക്കുന്നവരാ പെണ്ണന്മാരാ. സ്വർണം ചോദിക്കുമ്പോ സ്വർണം തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇടുക്കി ജില്ലയിൽ ഈ അടുത്ത ഒരു മാസത്തിനുള്ള ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു.
പാവപ്പെട്ട പെങ്ങന്മാരാ, പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പെങ്ങന്മാരാ, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളാ. കൃഷിയാണ് അവരുടെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പോലും 12 സഹോദരിമാർ അവരിട്ടിരുന്ന ആഭരണങ്ങൾ അടിച്ചോ ഇൽമിന്റെ വേദിയെ സഹായിച്ചപ്പോ, പള്ളിയെ സഹായിച്ചപ്പോ ഞാൻ പറയുന്ന പെങ്ങളെ, അതിലൊന്നും നീ പിന്നോട്ടല്ല, സഹായിക്കാൻ നീ മുന്നോട്ട് തന്നെയാ. കാര്യങ്ങളെല്ലാം ഓക്കെയാ. ഞാനൊന്ന് ചോദിക്കുന്നു പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന പെങ്ങള്, ഞാനൊന്ന് ചോദിക്കുന്നു പൊന്നുമോളെ, ഏതെങ്കിലും ഒരു സമയം ഏകയായി മൂകയായിരുന്നു കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പില് 2 കരങ്ങൾ ഉയർത്തിയിട്ട്, നീ ദുനിയാവിൽ എനിക്കൊരു കുടുംബം തന്നവരാ, നീ ദുനിയാവിൽ എനിക്കൊരു ഭർത്താവിനെ തന്നവരാ, നീ ദുനിയാവിൽ എനിക്കൊരു മക്കളെ തന്നവരാ, നീ ദുനിയാവിൽ എനിക്കൊരു കുടുംബ പശ്ചാത്തലം തന്നവരാ, അതുകൊണ്ട് അല്ലാഹ് എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, എനിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പടച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണം, നീ ദീർഘായുസ്സ് കൊടുക്കണം, നീ അദ്ദേഹത്തിന് ആത്മീയമായ പരിവേഷം നൽകണം. അദ്ദേഹം കടന്നു ചെല്ലുന്ന വഴികളിൽ ഒരു മുള്ളുമില്ലാതെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോയ എന്റെ പ്രിയപ്പെട്ട ആ ഭർത്താവിന് വേണ്ടതൊക്കെ നൽകണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുന്ന പെങ്ങന്മാരോട് നല്ല കോളായി സ്ഥാപിക്കുക. വേറെ എവിടെങ്കിലും പോയി പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞ് അല്ലാഹു കാത്തിരക്കും. 2 ദോഷങ്ങൾക്കും തരാനുണ്ട്. ചോദിക്കുന്നത് പെങ്ങന്മാരോട്, നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളോട് അല്ലാഹു ചോദിക്കും. ഭർത്താക്കന്മാർ സ്വഭാവ ദൂഷ്യങ്ങൾ അർഹമുറാഹിമായ അല്ലാഹ്, എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. അർഹമുറാഹിമായ അല്ലാഹ്, പടച്ചവനെ, ഏതെങ്കിലും ഭർത്താക്കന്മാരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഏതെങ്കിലും സഹോദരിമാര് കണ്ണീരും കൈലേശമായി കഴിയുന്നുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അവരുടെ മദ്യപാന ദുശീലം നീ മാറ്റണേ അല്ലാഹ്. അവരുടെ ചീട്ടുകളിൽ നിന്നും നീ, അവരുടെ ആ അപകടകരമായ സമീപനങ്ങളിൽ നിന്നും അവരെ നീ കരകയറ്റണേ അല്ലാഹ്. കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാഹ്. മക്കളെ ആത്മാർത്ഥമായിട്ട് പോറ്റുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് നിന്റെ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യമെങ്ങാനും വന്നുപോയാൽ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയുവോ? ഹബീബായ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയുവോ? പെങ്ങളെ, ഭർത്താക്കന്മാരുടെ സ്വഭാവ ദൂഷ്യത്തെ ക്ഷമിച്ചുകൊണ്ട് അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് അതിന് വിട്ടു പോകാതെ മുന്നോട്ട് പോകുന്ന ക്ഷമയുള്ള പെങ്ങളെ, നിനക്ക് ആസിയ ബീവിയുടെ പ്രതിഫലമുണ്ടെന്ന് മുത്തായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിനക്ക് ആസിയ ബീവിയുടെ പ്രതിഫലം ഓഫർ ചെയ്യുന്നു മുഹമ്മദ് മുസ്തഫ. പവർ കൂടുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഓരോ ആണത്തമുള്ളവരാണ്, ആണുങ്ങളാണ്. കേവലം ആണാണെന്ന് പറയുമ്പോൾ ലിംഗനിർണയം കൊണ്ട് ആളാണ്. പല കാര്യങ്ങളുണ്ട്. ആരോഗ്യം എനിക്ക് ആരാണ് ആണത്തമുള്ളത്? വേണ്ടതുപോലെ കുടുംബത്തെ, കുടുംബം എന്ന് പറയുന്നത് ചെറിയ കാറ്റും കോളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നൗകയിലൂടെ പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഷിപ്പിലൂടെ, ഒരു കപ്പലിലൂടെ, ഒരു വള്ളത്തിലൂടെ കോളുകളും അതുപോലെ തിരമാലകളുടെ ഇളക്കങ്ങളും ഉള്ളതുപോലെയുള്ള ജീവിതമാണ് കുടുംബ ജീവിതം. കുഴപ്പങ്ങളില്ലാത്ത കുടുംബയുടെ നിങ്ങൾക്കറിയോ? ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
കുടുംബത്തിൽ ചെറിയ വരസലൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ. 100% സുഖം ഉദ്ദേശിച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കണം. അങ്ങനെ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചു പോയില്ലേ. ഞാൻ ചെല്ലുന്നത് സ്വർഗവാ, കല്യാണം കഴിച്ചാൽ എല്ലാം ഓക്കെ അവനെ സൂക്ഷിക്കാനായി പറഞ്ഞു. അല്ല, നിനക്ക് ഉത്തരവാദിത്വം കൂടുതൽ. നീ ചെല്ലുന്നത് മറ്റൊരു വീട്ടിൽ, നീ പരിചയപ്പെടുന്നത് വേറൊരു കുടുംബക്കാരെ, നീ ചെല്ലുന്നത് വേറൊരു പശ്ചാത്തലത്തിൽ, മറ്റൊരു പരിസ്ഥിതിയാ, പരിതസ്ഥിതി. കണ്ടറിഞ്ഞ് പ്രതിസന്ധികളുടെ മുന്നിൽ കണ്ടു വേണം മുന്നോട്ട് പോകാൻ. സുഖങ്ങളെ മാത്രം മുന്നിൽ കണ്ടുപോകാൻ. ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങ് വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ എല്ലായി എന്റെ മുതലാവും. ഞാൻ പറയുന്നത് കേട്ടോണം. നീതിയോ അനീതിയോ ഒന്നുമില്ല, ഞാനങ്ങ് പ്രഖ്യാപിക്കും, അതങ്ങ് കേട്ടോ. അള്ളാന്റെ ഹബീബ് പറയുന്നു, മോനെ ആണത്തം ഉണ്ടെങ്കിലേ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആണത്തം എന്ന് പറഞ്ഞാ ആണത്തം എന്ന് പറയുന്നത് എന്താ? ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ ആലോചിച്ചു നോക്കിയേ, വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്തെല്ലാം ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഒരു ഉപ്പ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഒരു വരനെ അതാ പിടിച്ചു കൊടുക്കുന്നത്. വിവാഹ പന്തലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുള്ള സംഭവങ്ങളില് പോവുകയാ. ഈ അടുത്ത സമയത്ത് സുബ്ഹാനല്ലാഹ് വിനീതനെ വിവാഹം ചെയ്തു. വലിയാകുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെയും അതുപോലെ ഓപ്പോസിറ്റ് ഇരുന്ന മരുമകനാകുന്ന സഹോദരന്റെയും കൈപിടിച്ചുകൊണ്ട് ആരോട് പറഞ്ഞു കൊടുത്തു? ഉപ്പയോട്. ആരുടെ ഉപ്പയോട്? പെണ്ണിന്റെ ഉപ്പയോട്. ഞാനിങ്ങനെ സീക പറഞ്ഞു കൊടുത്തു. പറയണം, നിങ്ങൾ അങ്ങോട്ട് പറയും, മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തപ്പോ സഹോദരന് പറയാൻ പറ്റുന്നുണ്ട്. ഒരു തരത്തിന് പറയുന്നില്ല. സദസ്സ് സ്തംഭിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ആകെ വിഷമിച്ചു പോയി. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം കൈയൊക്കെ ലൂസാണ്. പിന്നെ എന്താ, വിവാഹമൊക്കെ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അന്വേഷിക്കുമ്പോ എന്താണെന്നറിയുവോ സഹോദര? ആ പാവപ്പെട്ട ഉപ്പ ഉണ്ടല്ലോ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് ആ പൊന്നുമോളെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ഏറെ കാലമായി മനസ്സിന്റെ അന്തരംഗത്ത് കാത്തു സൂക്ഷിച്ച സ്വപ്നം അത് പൂവണിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ആ കരച്ചില് സന്തോഷം കൊണ്ട് കരച്ചില. എന്റെ മകളെ ഞാൻ കൊടുക്കുക, സന്തോഷം കൊണ്ട് കരച്ചില, സന്തോഷം കൊണ്ട് കരച്ചില. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അത്രയും വലിയ ത്യാഗം ഏറ്റുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോ അറിയുകയാണെങ്കിൽ ഒരു ഉപ്പയും മകളെ കൊടുക്കൂല. നിങ്ങളുടെ വേറൊരു മുഖം കൊണ്ടാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നത്. കയ്യിൽ മുതലായി കഴിയുമ്പോ പിന്നെ കോലം മാറിയാൽ അല്ലാഹു വെറുതെ. ഉത്തരവാദിത്തം ഒരുപാടുണ്ട്. ഉത്തരവാദിത്തം എല്ലാരെ കൊണ്ടും പറ്റില്ലാതെ ചിന്തിക്കണം. ഇങ്ങനെ 100% ആളെ കൊണ്ടും പറ്റുന്നില്ല. അത് ആണുങ്ങളെ കൊണ്ട് പറ്റുന്നതാ, ഞാൻ പറഞ്ഞതല്ല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഫഇല്ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം. നിക്കാഹിന് കഴിവില്ലയോ, ഒരു പെണ്ണിനെ പോറ്റാൻ കഴിവില്ലയോ, കുടുംബ പശ്ചാത്തലങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലയോ, ചിന്താശേഷിയോടെ എടുത്തുചാട്ടമില്ലാതെ വേണ്ടതുപോലെ ക്രിയാത്മകമായി ചിന്തിച്ച് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലയോ. വഅലൈഹി ബിസ്സൗം. അവൻ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. അവനൊരു കുടുംബത്തിനെയും ഒരു സമൂഹത്തിനെയും കണ്ണീരിലാക്കാൻ മുന്നിട്ട് പോകണ്ട. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇട്ടിടങ്ങേറാക്കണ്ട. ഒരു ഉമ്മയെയും ഉപ്പയെയും അവൻ വെറുതെ കരയിക്കണ്ട. അവൻ നോമ്പ് കൊണ്ട് അവൻ പിടിച്ചു നിൽക്കട്ടെ. നോമ്പ് അവൻ ശീലമാക്കിക്കൊള്ളട്ടെ. കേവലം കല്യാണമെന്ന് ഉദ്ദേശിക്കുന്നത് കേവലം ശാരീരിക പ്രകടനം മാത്രമല്ല, അതിലൂടെ വലിയ ഒരു സാമൂഹിക പ്രക്രിയയുണ്ട്.
അതിനെ വേണ്ടതുപോലെ പരിചരിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുറ്റവന് മാത്രമേ അത് തച്ചുടയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. പറഞ്ഞു വരുന്നത് എന്റെ പാവപ്പെട്ട സഹോദരൻ എന്റെ കുടുംബത്തിൽ എത്ര ത്യാഗമാണ് ഈ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ സഹിക്കുന്നത്. അറബുകൾ അടിച്ചാലും കുഴപ്പമില്ല, ഓട കഴുകിയാലും കുഴപ്പമില്ല, എന്തൊക്കെ പ്രതിസന്ധി വെച്ചാലും കുഴപ്പമില്ല, ആരൊക്കെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, ഓവർ ടൈം പണിഞ്ഞാലും കുഴപ്പമില്ല. ഇരുന്നാലും എന്റെ വീട്ടിൽ എന്റെ കുടുംബക്കാരെ സന്തോഷം, എനിക്കിവിടെ എല്ലാം സന്തോഷിക്കും. ഞാനിവിടെ ത്യാഗം ചെയ്യാൻ വന്നത്. ഒരു സഹോദരൻ പറയുകയാണ്, സൗദിയിൽ ജോലി ചെയ്ത ആ സഹോദരന്റെ അവസ്ഥ എന്താ? ആ സഹോദരൻ പണിയെടുക്കുന്നത് സുബ്ഹാനല്ലാഹ് അങ്ങ് അകലങ്ങളിൽ എണ്ണ കമ്പനിയിലാ ജോലി. ആ പരിസരത്തെങ്ങും എത്രയോ കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാ പിന്നെ ആൾപ്പാർപ്പുള്ളത്. പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്രയും വലിയ ഒരു ഡേഞ്ചർ സോൺ, ഒരു അപകട മേഖലയാണത്. അവിടെ പണിക്ക് കയറണമെങ്കിൽ തന്നെ പുറത്തൊരു 6 മാസം പണി ചെയ്യണം. അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് പണി ചെയ്ത് ഒന്ന് പഠിച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ആ സഹോദരൻ പറഞ്ഞത് കേട്ടപ്പോ വല്ലാതെ ഹൃദയം നൊന്തുപോയി. ആ സഹോദരൻ പറഞ്ഞതെന്താ? കുടുംബത്തിനോട് സ്നേഹമുള്ള സഹോദരൻ പറയുകയാ, നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, അവിടെ എന്തെങ്കിലും സ്ഫോടനങ്ങളോ എന്തെങ്കിലും പൊട്ടിത്തെറികളോ ഉണ്ടായാൽ പിന്നെ മയ്യത്തടക്കാൻ പോലും ഒരു പിടിച്ചാരം പോലും കിട്ടൂല. പക്ഷേ സമാധാനമുണ്ട്. എന്താണെന്നറിയോ സമാധാനം? ഒരു തലമുറയ്ക്ക് താമസിക്കാനുള്ള പണം എന്റെ കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആ ഗവൺമെന്റ് നൽകും. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് എനിക്ക് പ്രതിബന്ധതയില്ല. സ്വന്തം ജീവന് പോലും വേൽപ്പിക്കാതെ കുടുംബം സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എത്രയോ ചെറുപ്പക്കാരൻ നഗരങ്ങളിൽ പണിയെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുടുംബത്തെ നീ വേണ്ടതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കടമ നിനക്കില്ലേ? കല്യാണമൊക്കെ കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോ ആലോചിക്കണം. ഒരാഴ്ച കഴിയുമ്പോ പെണ്ണിനോടും ചെറുക്കനോടും അവരുടെ ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പെണ്ണ് പറയും, പുതിയെന്ന് പറയും. പുതുമ മാറിയിട്ടില്ല, ഒരാഴ്ച അല്ലായിട്ടുള്ളൂ, അതുകൊണ്ട് പുതിയ പെണ്ണ്. അപ്പോൾ പുതിയ എന്ന് പറയും, അല്ലാഹു എന്റെ ഉമ്മാടെ ദുആ സ്വീകരിച്ചു, എന്റെ ദുആ ഇതുപോലൊരു ഭർത്താവിനെ എന്റെ ജീവിതത്തിൽ അല്ലാഹു എന്റെ പ്രാർത്ഥനകൾ ഞാൻ ഇതിനു വേണ്ടി എന്ത് കർമ്മമാണ് ഞാൻ ചെയ്തിട്ടില്ല. ഇത്ര നല്ല ഭർത്താവ്, ഇത്ര നല്ല സ്നേഹം. ആ പെണ്ണിനോട് എങ്ങനെയുണ്ട്? അവനോടൊന്ന് ചോദിച്ചു നോക്ക്, മോനെ എങ്ങനെയുണ്ട് നിന്റെ ഭാര്യ? ഒരുപാട് യാമങ്ങളിൽ രാത്രികളിൽ ഭർത്താവിനോട് സ്വാലിഹത്തായ ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സദസ്സുകളിൽ ദ്വാരപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പ്രത്യേകമായിട്ട് ഞാൻ ഇതിനു വേണ്ടി എന്താ പടച്ചവനെ, എന്ത് കർമ്മമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അല്ലാഹു ഇത്രയും നിഅമത്താണ്. ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം, ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി അവർ രണ്ടുപേരും ഒരു 6 മാസം ആകുമ്പോ രണ്ടുപേരും ഒന്നും കൂടി ഒന്ന് ചോദിക്കുക, മോളെ എങ്ങനെയുണ്ട്? ആദ്യത്തെ ദുആയില്ല, അല്ലാഹു കബൂലാക്കിയതുമില്ല, ഒന്നുമില്ല. കുറഞ്ഞു എന്ന് പോകുന്നു. അവനോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് കുടുംബജീവിതം? അങ്ങനെ പോകുന്നു അല്ലേ? പാതിരാവുള്ള ദുആയുടെ പ്രാർത്ഥനയുടെ പ്രതിഫലമൊന്നുമില്ല. 6 മാസമായിട്ടില്ല. ഒരു കുട്ടി ഉണ്ടാകുമ്പോ, വിവാഹം വെടിഞ്ഞൊരു കുഞ്ഞുണ്ടാകുമ്പോ അതിനുശേഷം ഒന്ന് ചോദിച്ചു നോക്കും, മോളെ നിന്റെ കുടുംബ ജീവിതം എങ്ങനെയാ? നിന്റെ കുടുംബ ജീവിതം എങ്ങനെയാ?
പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ വിധി എന്നല്ലാതെ ഒരു കുട്ടിയൊക്കെ ആയില്ലേ? അവനോട് ചോദിച്ചാൽ പറയും മക്കളൊക്കെ ആയില്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ കുടുംബിനികളും കുടുംബനാഥന്മാരും വർദ്ധിച്ചില്ലേ? കുടുംബത്തിന്റെ ഇമ്പമറിയാത്ത എത്രയോ കുടുംബങ്ങളാ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയുമോ? കുടുംബങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, മറന്നു പോകണ്ട. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, ആയിഷ ബിബി എന്ന പ്രിയപ്പെട്ട പത്നിയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ, അന്നത്തെ ഊഴം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് തൊട്ടടുത്ത റൂമിലതാ, തൊട്ടടുത്ത പരിസരത്ത് തന്നെ മറ്റൊരു പത്നിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ആയിഷാന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോ ഒരു പാത്രത്തിൽ എന്റെ പ്രവാചകനല്ലേ, എന്റെ ഭർത്താവല്ലേ എന്ന് വിചാരിച്ച് അപ്പുറത്ത് താമസിക്കുന്ന ഒരു ഭാര്യ ഒരു പാത്രത്തിൽ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കുകയാ. അറിയണം എന്റെ സഹോദരങ്ങളെ, മഹദിയായ ആയിഷയ്ക്ക് അതൊക്കെ ഇഷ്ടമായില്ല. കാരണം ഇന്നത്തെ ദിവസം പരിചരിക്കേണ്ടത് ഞാനാ, വെള്ളം കൊടുക്കേണ്ടത് ഞാനാ, വേണ്ടതൊക്കെ നൽകേണ്ടത് ഞാനാ. അവളുടെ വീട്ടിൽ വരുമ്പോ കൊടുത്താ പോരായിരുന്നു. ഇപ്പൊ അറ്റാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പായസം വിളമ്പേണ്ട കാര്യമുണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് കയറി അങ്ങ് പിടിക്കുമ്പോ, പാത്രം താഴെ അങ്ങ് വീഴുമ്പോ, പാത്രം പൊട്ടി അങ്ങ് പോകുമ്പോ, പായസം താഴെ അങ്ങ് വീഴുമ്പോ, സുബ്ഹാനല്ലാഹ്, അതാ കടന്നു വരുന്നു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ പ്രവാചകൻ നടന്നു വന്നുകൊണ്ട് നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു ഭാര്യ. താഴെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പായസമാണ് പൊട്ടിക്കിടക്കുന്ന പാത്രം. അല്ലാഹുവിന്റെ റസൂൽ എന്തു ചെയ്തു സഹോദരാ, എന്തു ചെയ്തു സഹോദരാ, എന്തു ചെയ്തു സഹോദരാ? ഹബീബായ പ്രവാചകന്റെ സൈക്കോളജി ഉണ്ടോ? പഠിച്ചോ ചെറുപ്പക്കാരാ. ആയിഷാനെ തെറി പറഞ്ഞില്ല ചെറുപ്പക്കാരാ. ആയിഷാന്റെ മുമ്പിൽ വെച്ച് മറ്റേ പെണ്ണിനെ സമാശ്വസിപ്പിച്ചില്ല. അറിയണം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തെന്താണെന്നറിയോ? പൊട്ടിക്കിടക്കുന്ന പാത്രത്തിന്റെ കഷണങ്ങള് മുത്തായ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് പറക്കുമ്പോ, ആ പായസം ഇങ്ങനെ വടിച്ചുകോരി ഒരു പൊട്ടിപ്പോയ പാത്രത്തിലേക്ക് വടിച്ചെടുക്കുമ്പോ, അത് കണ്ട ആയിഷാന്റെ മനസ്സിൽ വേദന തോന്നിപ്പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് പൊരുത്തം ചോദിച്ചു പോയി. അതിന് ഫലചിത്തമായി ഞാൻ എന്ത് വേണമെന്ന് മുത്തായ മുത്തിനോട് ചോദിച്ചു പോയി. ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ടു പോയി. സഹോദര, ബുദ്ധിപരമായിട്ട് കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പെണ്ണ് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോ പെട്ടെന്ന് നീ തലയേറുകയാ. നിനക്ക് നാവെടുത്താൽ വീട്ടിൽ പോകാനേ പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ലേ. നീ ഇന്ന് പോകണ്ട. വീട്ടുകാരെ പോകണം, പോകാൻ പറ്റില്ല, എന്തെങ്കിലും പോകണം. മൂത്ത മോളുണ്ടോ, രണ്ടാമത്തെ മോളുണ്ടോ, ഇളയ മോളുണ്ടോ, ഞാനൊന്ന് പോകണം. അതുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ചില ബുദ്ധി കുറഞ്ഞ ക്ഷമയില്ലാത്തവർ ചൂടാവുക. നിനക്ക് വാതിറന്നാ വീട്ടിൽ പോകണം, നീ അങ്ങ് വീട്ടിലെങ്ങാനും പോയി നിന്നോ. ഞാൻ പോവും, നീ പോകണ്ടല്ലേ പറഞ്ഞു. ഞാൻ പോകുന്ന പിടിച്ചതല്ല, ഉടുപ്പ് കീറല്ല, അടിയായി മറിച്ച് നിലനിൽക്കാനുള്ള താല്പര്യമില്ല. ഓക്കെ, എന്നാലും നിന്റെ സംസാരം അതൊരു ബുദ്ധിപരമായിട്ട് വേണ്ടേ? നിന്റെ വീടല്ലേ, അവിടെ നിന്റെ ഉമ്മയല്ലേ, അവിടെ നിന്റെ ഉപ്പയല്ലേ. നാളെയാണെങ്കിൽ ഞാനും കൂടെ വരാം. നമുക്ക് രണ്ടു കൂടെ നാളെ വേറെ വിഷയം.
സംഭവം കഴിഞ്ഞു, ഒരു നിർബന്ധമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ട് കുടുംബ ജീവിതത്തെ വേണ്ടതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്താർജിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരാ, ക്ഷമയെന്ന രണ്ടക്ഷരം പരിചയപ്പെടാതെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. വേണ്ടതുപോലെ ചിന്തിക്കാൻ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ കാരണം എന്താ? സമ്പത്തുക്കാവ് അൻകാഹത്തുക്കാവ് പറയുന്നതിന് മുമ്പ് ഏതൊക്കെയോ കാമുകന്മാരുടെ പുറകിൽ ചുറ്റി നടന്ന് കെട്ടിക്കഴിയുമ്പോ ഹലാലാക്കി തരുമ്പോ ഹലാലാക്കി നീ പറയേണ്ടതൊക്കെ പറഞ്ഞു, ആവുന്നത് പോലൊക്കെ ആയിക്കോ എന്ന് അനുവാദം തരുമ്പോ പിന്നെ നിന്റെ പോക്കറ്റിൽ ഒന്നുമില്ല. വലിയ ദുരന്തമാണ്. നിന്റെ കാമുകന്മാരോട് പലതും നീ പങ്കുവെച്ചു പോയി. അതുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹം നിന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസനാകുന്ന ഭർത്താവിന് കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പാതിരാ സമയത്ത് കയറി വരുന്ന ഭർത്താവ്, ഞാൻ ചുരുക്കുകയാണ്, പാതിരാ സമയത്ത് കയറി വരുന്ന ഭർത്താവ്, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തടയടച്ചിട്ട് വരുന്ന ഭർത്താവ്, പണി കഴിഞ്ഞ് വരുന്ന ഭർത്താവ്, സ്നേഹം എന്തെന്നറിയുന്നില്ല. ഒരു സ്നേഹവർത്തമാനം പരസ്പരം പറയാനുള്ള സമയം പോലുമില്ല. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹമുള്ള ഒരുപാട് പ്രായം ചെന്ന ഉപ്പുപ്പമാരും ഉമ്മുമ്മമാരും അവര് പരസ്പരം സ്നേഹവർത്തമാനങ്ങൾ പറയുമ്പോൾ പുതിയ തലമുറ ആശ്ചര്യപ്പെട്ട് നോക്കാറുണ്ട്. എന്ത് രസം! പുതിയ തലമുറയ്ക്ക് അത് പാഠമറിയില്ല. പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരും എന്ത് വിഷമമാണ്! ആ ഉമ്മുമ്മയ്ക്ക് ഒരു ചെറിയ ജലദോഷം വന്നാൽ ആ ഉപ്പാപ്പാന് സഹിക്കാൻ പറ്റൂല. അവര് കൈമാറിയത് മനസ്സിനെ. സ്നേഹം എന്താണെന്നറിയാത്ത ആധുനിക കാലഘട്ടം. എല്ലാം ഉണ്ട്, ഒന്നുമില്ല. അവൻ കയറിപ്പോകുന്നു, ബെഡ്റൂമിലേക്ക് പോകും. അവൻ നേരെ അടുക്കളയിലേക്ക് പോകും. ബെഡ്റൂമിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് വാഷ് ബേസിന്റെ അടുത്ത് അല്ലെങ്കിൽ കുളിമുറിയുടെ ഭാഗത്ത് പോയി കൈയും കാലും ഒക്കെ കഴുകുമ്പോൾ അവൾ ചിന്തിക്കുന്നു, ആ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നു. കച്ചവടത്തിനല്ല, വിൽപ്പനയ്ക്കുള്ളതല്ല, ഒരൊറ്റ ബക്കറ്റുള്ളൂ. കാര്യമായിട്ടുള്ള സംഭാവനകൾ അതിൽ നിങ്ങളുടെ അല്ലാഹു ഒരാളും പോകരുത്. ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്നവരാണ്. അല്ലാതെ അഭിപ്രായം പറയാൻ വരുന്നത്, ആസ്വദിക്കാൻ വരുന്നത്, മാർക്കിടാൻ വരുന്നത്, വീട്ടിൽ പോയി അഭിപ്രായം അല്ലെങ്കിൽ അതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇൽമിന്റെ സദസ്സിലേക്ക് വന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റാളും പോകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരാണ് ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കാറുള്ളത്. അവർ ദുആഇറന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ കൈ മുഖത്തേക്ക് വെച്ച് നിരസില്ലാതെ പോവില്ല. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിൽ തുറക്കുന്നു, കയറിപ്പോവുക. റൂമിലേക്ക് കയറിപ്പോയി വെള്ളം തുറന്ന് കൈയും കാലും കഴുകുന്ന ശബ്ദം കേട്ടപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണ് മനസ്സിലാക്കുന്നു ഭക്ഷണം കഴിക്കാനായിരിക്കും. അവൾ കൊണ്ടുപോയി ഭക്ഷണത്തിന്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി. ശബ്ദം കേട്ടപ്പോൾ അവന് മനസ്സിലായി, ആ ഭക്ഷണം വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാം. അവൻ പോയി വാഷ് ബേസിന്റെ അടുത്ത് കൈ കഴുകുന്നു. പിന്നെ അകത്ത് നിൽക്കുന്ന പെണ്ണ്, ആ സഹോദരി വിചാരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ കാണാൻ കൈ കഴുകിയിട്ട് വെള്ളം കൊണ്ടുപോകും. മുണ്ടാട്ടമില്ല. അവസാനം ഭക്ഷണം കഴിച്ച് കൈ കഴുകുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, കൈ കഴുകി പാത്രമകത്തേക്ക് എടുത്തു വെക്കുന്നു. ഒരു മകൻ നോക്കുമ്പോൾ ലാപ്ടോപ്പിന്റെ മുമ്പിലാണ്, മറ്റൊരു മകൾ ഡെസ്ക്ടോപ്പിന്റെ മുമ്പിലാണ്, ചെറിയ ഒരു കുട്ടി ടെലിവിഷന്റെ മുമ്പിലാണ്. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടി, അവന്റെ കയ്യിൽ 2 മൊബൈലും 3 മെമ്മറി കാർഡും. ഇന്ന് വരെയും പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് നീ അടുത്തൊന്നിരുന്ന് ഓരോരുള്ള ഭക്ഷണം അവളുടെ വായിലേക്ക് നീ സന്തോഷത്തോടെ വെച്ചു കൊടുത്തിട്ടുണ്ടോ? ആണാണോ നീ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനം അറിയുന്നവനാണോ? നീ അവളെ സ്നേഹിക്കണ്ടേ? പിന്നല്ലേ ഇങ്ങോട്ട് സ്നേഹം കിട്ടും. ഒരു വൺ വേ പരിപാടിയല്ലേ?
പരസ്പരം സ്നേഹം എന്താണെന്ന് അറിയണം, സ്നേഹവാക്കുകൾ പറയണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഭാര്യമാരെവിടെ? ഐ ലവ് യു പറയും ഹറാമിയത്തിന്റെ രൂപത്തിൽ, വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും വടിവിട്ട രൂപത്തിൽ കാമുകന്മാരോട് ഐ ലവ് യു പറയാൻ, മെസ്സേജ് അയക്കാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് പറയാൻ, കമന്റ് അടിക്കാൻ, മെസ്സേജ് അയക്കാൻ. കാരണം എന്താ? അത് ഹലാലാണ്, പോരാ, അതിന് പ്രതിഫലമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന പാഠവ. സ്നേഹം മനസ്സിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടമാക്കാനുള്ളതാണ്. അപ്പോഴാണ് പ്രത്യേകമായ ഒരു ചാനൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു ഇലക്ട്രിക് വേവ് പോലെ പരസ്പരം അത് വിതരണം ചെയ്യപ്പെട്ട് ഒരു സ്നേഹത്തിന്റെ പ്രപഞ്ചം ആ വീട്ടിൽ അലയടിക്കുന്നത് അപ്പോഴാണ്. സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകണം, സ്നേഹത്തോടുകൂടിയുള്ള വാക്കുകൾ ഉണ്ടാകണം, സ്നേഹത്തോടെയുള്ള നോട്ടം ഉണ്ടാകണം, സ്നേഹത്തോടെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകണം, സ്നേഹത്തോടെയുള്ള സമ്പർക്കം ഉണ്ടാകണം. അങ്ങനെയുള്ള ചില സ്നേഹപ്രകടനങ്ങളായാൽ പോരാ, കുടുംബമല്ല. അത് പലയിടത്തും നടക്കുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ സജ്ജരാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അർഹമുർ റഹീമായ തമ്പുരാൻ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും മുമ്പോട്ട് വരും. എല്ലാ പരിസരത്തുള്ളവരെല്ലാവരും സഹോദരങ്ങളൊക്കെ റോഡിന്റെ സൈഡിലും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരും മുമ്പോട്ട് നിന്ന് ഒരു ചെറിയ ദുആ അല്ലാഹു വേണ്ടതുപോലെ വീണ്ടും കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം ഇൽമിന്റെ സദസ്സ്, പരിശുദ്ധമായൊരു മജ്‌ലിസ, അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസ, പരിശുദ്ധമായൊരു മാസമാണ്. പരിശുദ്ധമായൊരു മാസത്തിന്റെ തീരത്താ അല്ലാഹുവേ ഞങ്ങളുടെ പ്രഭാഷണം, ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ കേൾവി എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണം. അല്ലാഹു വേണ്ടതുപോലെ കുടുംബജീവിതത്തിന്റെ മാഹാത്മ്യം കണ്ടറിയാം. കാരണം ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹപ്രകടനങ്ങളും സ്നേഹവർത്തമാനങ്ങളും പരസ്പരം നിങ്ങൾ കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഒരു സഹാബി നടന്നു പോകുന്ന ദൂരെയുള്ള ഒരു സഹാബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. ആ പോകുന്ന സഹാബിയുണ്ടല്ലോ, ആ പോകുന്ന മനുഷ്യനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്. അങ്ങകലെ നടന്നു പോകുന്ന ഒരു സഹാബിയെ ചൂണ്ടിക്കൊണ്ട് മറ്റൊരു സഹാബി പ്രവാചകനോട് പങ്കുവെക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ പോകുന്ന സഹാബിയോട് എനിക്ക് വലിയ ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്. എന്റെ മുത്തിന്റെ ചോദ്യം എന്താണ്? നിന്റെ ഇഷ്ടം ആ മനുഷ്യനോട് എപ്പോഴെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നീ ആ ഇഷ്ടം നീ പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്, ഇന്നുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല യാ ഹബീബല്ലാഹ്, ഇന്നുവരെയും ആ ഇഷ്ടം ആ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. ഉടൻ തന്നെ അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, മോനെ പോയി പറയണം, ആ മനുഷ്യനോട് പറയണം, ആ മനുഷ്യനോട് നിന്റെ ഇഷ്ടം പറയണമെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ ഓടുകയാണ്, മറ്റേയാളിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്ന് അദ്ദേഹത്തിനെ തട്ടി വിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. ആ സഹോദരനും ഇഷ്ടം പങ്കുവച്ചതപ്പോഴാണ്. അതുകൊണ്ട് സ്നേഹം മറച്ചു പിടിക്കാനുള്ളതല്ല. കുടുംബങ്ങളുടെ അകത്തളം സ്നേഹത്തിന്റെ പറുദീസയാകട്ടെയോ. ജീവിതം ഒന്നേയുള്ളൂ സഹോദര, അതിങ്ങനെ മസിൽ പിടിച്ച് തീർക്കാനുള്ളതല്ല, അതിങ്ങനെ നീരസപ്പെട്ട് ജീവിക്കാനുള്ളതല്ല, അതിങ്ങനെ വിങ്ങലുമായി കഥകളുമായി കണ്ണീരുമായി കാഴ്ചവെക്കാനുള്ളതല്ല, അത് സന്തോഷിക്കാനുള്ളതാണ്.
എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുറച്ച് ക്ഷമ നിനക്ക് വേണം പെങ്ങള്. നീ അതാ ഒന്നിന് രണ്ടായിട്ട് നീ തിരിച്ചടിക്കാൻ നിന്നാൽ അപകടമാണ് പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദര, കുടുംബം കുടുംബം വലിയ വലിയ ഒരു വിശാലമായ സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ്. അതുകൊണ്ട് വേണ്ടതുപോലെ ആ സ്ഫടികം മുടഞ്ഞു പോകാതെ ബുദ്ധിപരമായി ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അർഹമർ റഹീമായ അല്ലാഹ്, കുടുംബങ്ങളിലുള്ള മുഴുവനും കലഹങ്ങളെ തൊട്ടും നീ കാക്കണയല്ലോ. നിങ്ങളൊന്ന് ആലോചിക്ക സഹോദരങ്ങള്, എത്രയോ വലിയ പണമുള്ള ആളുകൾ, എത്രയോ വലിയ അധികാരമുള്ള ആളുകൾ, എത്രയോ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, എത്രയോ വലിയ സേവശയുള്ള ആളുകൾ, പലരും സുബ്ഹാനല്ലാഹ് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പരാജയമാണ്. കോടികളുണ്ട് കിടന്നിട്ടുറക്കം വരുന്നില്ല, കാരണം ഭാര്യയുമായി പിണക്കമാണ്. കോടാന കോടികളുടെ അധിപനാണ്, പക്ഷേ അതൊന്നും വേണ്ടതുപോലെ ആസ്വദിക്കാൻ കഴിയുന്നില്ല, കാരണം കുടുംബവുമായി വഴക്കാണ്. ഉമ്മ എവിടെയെന്ന് അറിയുന്നില്ല. അറിയണം സഹോദരങ്ങളെ, ഉമ്മയാണ് അൽ ഉമ്മ, ഉമ്മയാണ് ഉമ്മയാണ്. അത് സ്വർഗം എവിടെയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അത് മാതാക്കളുടെ കാൽപാദത്തിന് കീഴിലാണ്. അവർക്ക് സേവനം ചെയ്യൽ കൊണ്ടാണ്, അവരെ സന്തോഷിപ്പിക്കൽ കൊണ്ടാണ്, അവരെ പരിചരിക്കൽ കൊണ്ടാണ്. അവരെ അവഗണിക്കാൻ പാടില്ല, അവരെ വേസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല. പാവപ്പെട്ട ഉമ്മ ക്ഷീണിച്ച് വീട്ടിൽ കിടക്കുമ്പോ, പാവപ്പെട്ട ഉപ്പ രോഗിയായി കിടക്കുമ്പോ, വീട്ടിൽ ഒരു അധികപ്പറ്റായി തോന്നിയാൽ നീ നരകത്തിലാണ്. ഉമ്മയുടെ ചുമയുണ്ടല്ലോ, ഉമ്മയുടെ വലുവുണ്ടല്ലോ, അത് നിനക്ക് അലോസരമായി തോന്നിയാൽ നിസ്സംശയം മോനെ നീ നരകത്തിന്റെ കൊള്ളിയാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് എന്താണെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനെ കൊണ്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറയിച്ചിട്ടുള്ള 3 പ്രാർത്ഥനകൾ. ഒരു പ്രാർത്ഥന ഏതാണെന്നറിയുവോ? പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ ജീവിച്ചിരിക്കെ, വാർദ്ധക്യ അവസ്ഥയിൽ വീട്ടിൽ ജീവിച്ചിരിക്കെ, അവർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് അവരെ സേവിച്ചുകൊണ്ട് സ്വർഗം സമ്പാദിച്ചിട്ടില്ലയോ? ആ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം സ്വർഗമാ സ്വർഗമാ സ്വർഗമാ. അവരുടെ കണ്ണീര് നിന്റെ ജീവിതത്തെ വെണ്ണീരാക്കും, മറക്കണ്ട. അവരുടെ കണ്ണീര് നിന്റെ ജീവിതത്തെ വെണ്ണീരാക്കും. ചെറുപ്പക്കാരാ, നീ ഏതൊക്കെ ഉയരങ്ങളുടെ പറുദീസയിൽ പാറിപ്പറന്നാലോ ഉമ്മയുടെ കണ്ണീര് നിന്റെ ജീവിതത്തെ വെണ്ണീരാക്കും. പൊന്നുമോളെ മറക്കണ്ട. അതുകൊണ്ട് കടമകളും കടപ്പാടുകളും മറന്നു പോകണ്ട. പരിചരിക്കേണ്ടവരെ പരിചരിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കേണ്ടവരുണ്ട്. അതുകൊണ്ട് അർഹമുർ റഹീമായ അല്ലാഹ്, ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ കണ്ടറിഞ്ഞ് ജീവിക്കാൻ, യഥാർത്ഥ ലോകത്തിലേക്ക് കാൽവപ്പ് വെക്കുമ്പോ ഈമാനോടെ മരണപ്പെടാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ബിഹഖ് മുസ്തഫ മുഹമ്മദിൻ.